श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। ओम अगजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानां एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे। ओम श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि, विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ओम श्री महासरस्वत्यै नमः। उमाकोमलहस्ताब्ज संभावितललाटकम् हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ओम वेट्रिवेल मुरुगनुक्कु हरोहर। भूतनाथ सदानंद सर्वभूतदयापर, रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। स्वामिये शरणमय्यप्पा। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारगः, वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सायङ्काले वनान्दे कुसुमिदसमये सैकते चन्द्रिकायां, त्रैलोक्याकर्षणाङ्गं सुरवरगणिका मोहनाभङ्गमूर्तिं, सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्या सहस्रैः, वन्देऽहं रासकेलीरतमतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्णकेशं ज्वलितमकरसत्कुण्डलं मन्दहासस्यन्दार्द्रं, कौस्तुभश्रीपरिगदवनमालोरुहाराभिरामं, श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं कञ्चनच्छायचेलं, चारुस्निग्धोरुमम्बोरुहललितपदं भावयेऽहं भवन्तम्। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव।
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാക്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗ പരിതപ്ത ജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യബിജ തുളസിക ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ തദൈകാദശീ നാമവർണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തർവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പാ ശരണം. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയം 5-ാം ദിവസത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. നാരായണീയം പ്രഥമ ദശകം ഒന്ന് പാരായണം ചെയ്യാം. ഓം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ബാധി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാദിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രദൈവ സ്ഫുടേയം യേതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ ആശ്രയാമഃ.
സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവദ്ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം തൽസ്വച്ഛത്വാദ് യദാച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചഃ ത്വത്കലാസ്വേവ ഭൂമൻ നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാഹ സംശുദ്ധമംശം കമപി തം അതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാഗുണ്ട വൈകുണ്ഠ രൂപം തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോഹമന്ധസിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാദ കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഗേദാവഹ ജീവബാജാം ഇത്യേവം ആലോചിതം അജിതമയാ നൈവ മദ്യാഭിജാനേ നോ ചേജ്ജീവാഃ കഥം വാ മധുരതരമിതം ത്വദ്വപുഃ ഛിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാം ബോധിപൂരേ രമേരൻ നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികബല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയി ഉച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പിതഭാഗ്യാഃ ത്വം ച ആത്മാരാമയേ വേതി അതുലഗുണഗണാധാര ശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖില വിദസി
ന ക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. ഭഗവൽ ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. ഹരയേ നമ. ഓം ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഇപ്പം നമ്മൾ ഭഗവാന്റെ മഹിമ, ഗുരുവായൂരപ്പൻ സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്, കൃഷ്ണൻ സാക്ഷാൽ നാരായണൻ തന്നെയാണ്, നാരായണൻ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് എന്നിവിടെ ഉറപ്പിക്കുകയാണ്. പരബ്രഹ്മവും നാരായണനും കൃഷ്ണനും ഗുരുവായൂരപ്പനും വേറെ വേറെ അല്ല, അഭേദമായിട്ട് കാണുകയാണ്. അങ്ങനെ ആ പരബ്രഹ്മത്തെ ഗുരുവായൂരപ്പനായിട്ട് ഉപാസിക്കുകയാണ്. ബാക്കി മൂഢന്മാരായിട്ടുള്ള ആളുകൾ അങ്ങയുടെ മഹിമയറിയാതെ മറ്റു പലതിനെയും ഉപാസിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയെ മാത്രം ഉപാസിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങി ആ ഭഗവാന്റെ മഹിമയെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭഗവാൻ രൂപമെടുക്കുന്നതിനെക്കുറിച്ച് 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. വാസ്തവത്തിൽ ബ്രഹ്മത്തിന് ഒരു വ്യാപാരവും ഇല്ലാതിരുന്നിട്ടും ഒരു കാരണവുമില്ലാതെ സ്വയം സങ്കല്പിച്ചു താൻ തന്നെ പലതായി തീരട്ടെ എന്ന്. അങ്ങനെ ഈക്ഷണാഖ്യാം ക്രിയാം ഭജസെ. ഗുരുവായൂരപ്പ, അങ്ങ് ഈക്ഷണം എന്ന പേരുള്ള ക്രിയയെ സ്വീകരിച്ചു. അപ്പോൾ അത് കാരണമായിട്ട് തേനൈവ ഉദേതി ലീനാ പ്രകൃതി, അങ്ങയിൽ ലീനമായിരുന്ന പ്രകൃതി ഉദിച്ചു. അസതികൽപ്പാപി, അത് വാസ്തവത്തിൽ ഇല്ലാത്തതുപോലെ ഉണ്ടായിരുന്നു, അസതികൽപ്പയായിരുന്നു. എന്നാലും അവ്യക്തമായിരുന്നത് വ്യക്തമായി വരാൻ തുടങ്ങി. എപ്പോൾ? കൽപ്പാദി കാലേ, സൃഷ്ടിയുടെ ആരംഭത്തിൽ. അങ്ങനെ ആ സൃഷ്ടിക്കാൻ ആരംഭിച്ചപ്പോൾ ആ മായയുടെ അല്ലെങ്കിൽ മൂലപ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ ശുദ്ധമായ സത്വഗുണത്തെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് തസ്യാഹ സംശുദ്ധമംശം കമപിതം അതിരോധായകം സത്വരൂപം. അതിരോധായകം സംശുദ്ധം അംശം, തിരോധാനം ചെയ്യിക്കാത്ത ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന അതിപരിശുദ്ധമായിരിക്കുന്നതായിട്ടുള്ള സത്വഗുണത്തെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് രൂപം ദദാസി, അങ്ങ് രൂപത്തെ ധരിക്കുന്നു. അല്ലയോ സ്വമഹിമ വിഭവാകുണ്ട വൈകുണ്ട, കുണ്ടതകളൊന്നുമില്ലാത്തവനെ, അങ്ങയുടെ മഹിമകൾക്ക് യാതൊരു തടസ്സവുമില്ലാത്തവനെ, അങ്ങ് രൂപത്തെ ധരിക്കുന്നത് ഈ മായയുടെ തന്നെ ഏറ്റവും പരിശുദ്ധമായ സത്വഗുണത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. ആ സത്വഗുണം അങ്ങയുടെ സ്വരൂപത്തെ മറയ്ക്കുന്നില്ല, സച്ചിദാനന്ദം എന്നതായിട്ടുള്ള ഭാവത്തെ മറയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് അച്യുതൻ എന്നറിയപ്പെടുന്നു. അപ്പം അങ്ങനെയാണ് ഭഗവാൻ അവതാര രൂപമെടുക്കുന്നത്. പ്രത്യേകിച്ച് കൃഷ്ണാവതാരം അത്യന്തം സത്വഗുണപ്രധാനമായിരിക്കുന്ന അംശമാണ് എന്നർത്ഥം. അങ്ങയുടെ ഈ മൂർത്തി, ഈ കൃഷ്ണമൂർത്തി ഉണ്ടല്ലോ, അതെങ്ങനെയൊക്കെയുള്ളതാണ്? അത് നവമായിരിക്കുന്ന കാർമേഘം പോലെയുള്ളതായിട്ടുള്ള രൂപം, ആ വർണ്ണത്തോടു കൂടിയതും തത്തേ ധാരാധരം പോലെ, അതും പുതിയതായിട്ട് മുമ്പിൽ കാണുന്ന കാർമേഘം പോലെയും ലളിത കളായാവലി കേളികാരം, അതിമനോഹരമായിട്ടുള്ള കായാമ്പൂ കുസുമത്തെ പോലെയും അതിൻ്റെയൊക്കെ ആ വിളഭൂമിയായിരിക്കുന്നതും ലാവണ്യശൈക സാരം, ലാവണ്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവമായിരിക്കുന്നതും സുകൃതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം, സുകൃതിജനങ്ങളുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യമായിരിക്കുന്ന അവതാരമായിരിക്കുന്നതും ലക്ഷ്മിയുടെ നിശങ്ക ലീലാനിലയനവും, ലക്ഷ്മി യാതൊരു ശങ്കയും കൂടാതെ വിഹരിക്കുന്നതായിട്ടുള്ള ലക്ഷ്മിയുടെ എന്താ പറയുക, കേളീ ഭൂമിയായിരിക്കുന്നതുമാണ് അങ്ങയുടെ ഈ രൂപം. അത് അമൃതസ്യന്ത സന്തോഹം അന്തസ്സിഞ്ചത് സഞ്ചിന്തകാനാം,
അങ്ങയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് സഞ്ചിന്തകാനാം അന്തഃ അവരുടെ ഉള്ളിൽ അമൃതസ്യന്ത സന്തോഷം സിഞ്ചത് അമൃതപ്രവാഹം ചുരന്നുകൊണ്ട് അത് സേചനം ചെയ്യുന്നു, നനച്ചുകൊണ്ടേയിരിക്കുന്നു, അമൃതപ്രവാഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള തേ വപുഹു അഹം അനുകലയേ, അങ്ങയുടെ മനോഹര രൂപത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ മാരുതാകാരനാഥ. ഇനി അങ്ങയുടെ ഈ സൃഷ്ടി വ്യാപാരത്തെക്കുറിച്ച് ഞാൻ വേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ അങ്ങയെക്കുറിച്ച് തെറ്റായി ധരിച്ചിരുന്നു. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഗേദാവഹ ജീവബാജാം ഇത്യേവം ആലോചിതം അജിതമയാ പൂർവം. എന്നാൽ പൂർവം ഇത്യേവം ആലോചിതം, ഞാൻ ഇങ്ങനെയാണ് മുമ്പ് ധരിച്ചിരുന്നത്. കാരണം അങ്ങയുടെ ഈ സൃഷ്ടിചേഷ്ട കൊണ്ട് ജീവന്മാർക്ക് വളരെ ക്ലേശമാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ഞാൻ മുമ്പ് ആലോചിച്ചു. എന്നാൽ അജിത ഭഗവാനെ, അങ്ങയെ ജയിക്കാൻ ആർക്കും ആവില്ല. അപ്പം അങ്ങയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി. നൈവം അദ്യ അഭിജാനെ, അദ്യ നൈവം അഭിജാനെ. ഇപ്പൊ ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. എന്താ മനസ്സിലായി? എന്ത്? നോചേത്, അങ്ങ് ഈ സൃഷ്ടിയെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജീവാഹ കഥം വാ മധുരതരമിതം ത്വദ്വപു ഛിദ്രസാർദ്രം നേത്രൈഹി ശ്രോത്രൈഹി ച പീത്വ പരമരസ സുധാംബോധി പൂരേ രമേരൻ. ജീവന്മാർക്ക് മധുരതരമായതും നേത്രങ്ങൾക്കും ശ്രോത്രങ്ങൾക്കും ഏറ്റവും മധുരതരമായിരിക്കുന്ന അങ്ങയുടെ ഛിദ്രസാർദ്രമായ ചൈതന്യ അനന്തപൂർണമായ ഈ ശരീരത്തെ, ഈ മൂർത്തിയെ, ഈ വപുസ്സിനെ കണ്ണും കൊണ്ടും കാതുകൊണ്ടും പാനം ചെയ്തിട്ട് എങ്ങനെ പരമാനന്ദ സമുദ്രത്തിൽ രമിക്കാൻ കഴിയും? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങയുടെ ഈ മൂർത്തി, ഈ ഗുരുവായൂരപ്പ മൂർത്തി, ഈ കൃഷ്ണമൂർത്തി ഉള്ളിടത്തോളം കാലം ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ടല്ലോ. ഈ സംസാര ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഗുരുവായൂരപ്പനെ ആശ്രയിച്ചാൽ മതിയല്ലോ. ആ ഗുരുവായൂരപ്പൻ്റെ രൂപം കണ്ടാൽ പോരെ, ആ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെക്കുറിച്ച് വർണ്ണനകൾ കേട്ടാൽ പോരെ, പിന്നെ എവിടെ നിന്ന് സംസാര ദുഃഖം? അപ്പോൾ അങ്ങ് സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ള വഴിയും ഇവിടെ തന്നിട്ടുണ്ട്. അതും അത്യന്ത മനോഹരമായിട്ടുള്ള വഴി. ഈ വഴിയുള്ളപ്പോൾ എന്തിനാ പിന്നെ അങ്ങയെ കുറ്റപ്പെടുത്തുന്നത്? അങ്ങ് ഈ ലോകം സൃഷ്ടിച്ച ആളുകളെയൊക്കെ സംസാരികളാക്കി വളരെ കഷ്ടപ്പെടുത്തുന്നു എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. അതെൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങയുടെ സർവജ്ഞതയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അങ്ങയുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അല്പബുദ്ധി കൊണ്ട് വിചാരിച്ചു അങ്ങേക്ക് തെറ്റ് പറ്റിയെന്ന്, അല്ലേ? ഭഗവാന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പറ്റിയെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഭഗവാൻ ഒരിക്കലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പറ്റിയിട്ടില്ല, ഇതുവരെ പറ്റിയിട്ടില്ല, ഇനിയിട്ട് പറ്റൂല്ല. കാരണം സർവജ്ഞനാണ് ഭഗവാൻ, സർവശക്തനുമാണ്, എന്തിനും എന്താ പറയുക ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഒരു കുറവുമില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് എങ്ങനെ ചിന്തിച്ചുവോ അതുപോലെ പ്രവർത്തിക്കാൻ കഴിയും. നമുക്കാണ് ആഗ്രഹമൊന്ന്, പ്രവൃത്തി വേറൊന്നാണ്, അല്ലേ? എന്താ കാരണം? നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കും, പക്ഷെ അതുപോലെ നടക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കോംപ്രമൈസ് ചെയ്യും, ഉള്ളത് വെച്ച് ഒപ്പിക്കാന്ന്. നല്ല പാലടപ്രഥമൻ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സാമഗ്രിയൊന്നും വീട്ടിലില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഒരു ചെറിയ പാൽ കഞ്ഞി കൊണ്ട് ഒപ്പിക്കുക. നമുക്ക് പാലടയില്ല, അടയും കാണാനില്ല, പഞ്ചസാരയും വേണ്ടത്രയില്ല, നെയ്യും ഇല്ല, പാലും ഇല്ല, അണ്ടിപ്പരിപ്പും ഇല്ല, മുന്തിരിങ്ങയില്ല, ഒന്നുമില്ല. പാലടപ്രഥമൻ കുടിക്കണം എന്ന ആശ. അപ്പം എന്ത് ചെയ്യും? അല്പം പാല് രാവിലെ ചായക്ക് വാങ്ങിച്ചതിൻ്റെ ബാക്കിയുണ്ട്, കുറച്ച് പച്ചരി ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഇത്തിരി വെള്ളവും കൂട്ടി ഇത്തിരി ഉള്ള പഞ്ചസാരയും കൂട്ടിയിട്ട് ഒരു പാൽപ്പായസം കൂടെ ആക്കാം. നമ്മളിങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്യും. ഭഗവാന് കോംപ്രമൈസ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം അദ്ദേഹം എന്ത് സങ്കല്പിച്ചുവോ, എന്ത് ചിന്തിച്ചുവോ അത് അതുപോലെ ചെയ്യാനുള്ള എല്ലാ കഴിവും, അതിൻ്റെ സാമഗ്രികളാവട്ടെ, അതിൻ്റെ ഇൻ്റലിജൻസ് ആവട്ടെ, അതിൻ്റെ ശക്തിയാവട്ടെ, അതിനുവേണ്ട എല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഭഗവാനാണ്. നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കോസ്റ്റ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിക്കുന്നതിലുള്ള ഇൻ്റലിജൻസ് മുഴുവൻ സർവജ്ഞനായിട്ടുള്ള ഭഗവാന്റേതാണ്. ഈ പ്രപഞ്ചം നിർമ്മിക്കുവാനുള്ള മെറ്റീരിയൽസോ അതും മുഴുവൻ ഭഗവാന്റെയാണ്. അതാണ് ഉപാദാനം, ഉപാദാന കാരണം, മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മെറ്റീരിയൽ കോസും ഇൻ്റലിജൻറ്റ് കോസും രണ്ടും ഭഗവാൻ തന്നെയാണ്. അതിൻ്റെ
മറ്റുള്ള നിമിത്ത കാരണങ്ങളും ഭഗവാൻ തന്നെയാണ്. ഉപകരണങ്ങളായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. വേറൊരു സഹായവും ആവശ്യമില്ല. ഒരു എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട ടൂൾസൊക്കെ വേണം, പല ഉപകരണങ്ങൾ വേണം. ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ ചായക്കുള്ള പാത്രം വേണം, സ്റ്റൗ വേണം, സ്റ്റൗ കൊളുത്താനുള്ള സാധനങ്ങൾ വേണം. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുക തന്നെ ഉണ്ടാവുള്ളൂ. ഭഗവാൻ ഇതൊക്കെ സ്വയമായി തീരാൻ കഴിയും. അപ്പോൾ പിന്നെ ഭഗവാൻ എന്തിനെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പഞ്ഞുണ്ടോ, കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഭഗവാൻ എപ്പോഴെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ ലോകം എന്താ ഇങ്ങനെ ഇരിക്കണത്? അതിങ്ങനെ തന്നെയാണ് ഭഗവാൻ സങ്കല്പിച്ചത്. ഇതിങ്ങനെ മതിയെന്നാ സങ്കല്പിച്ചത്. ഇത് ഇത്രയേ പാടുള്ളൂ. കാരണം ഈ ഉള്ളവർക്ക് ഇത് മതി. ഇവരുടെ കയ്യിലിരിപ്പിന് ഇതിലപ്പുറത്തൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അല്ലേ? പണ്ടത്തെ ഈ അലക്കുകാർ, മണ്ണാത്തിമാരെന്ന് പറയാം, അവർ ഈ അമ്പ്രാൾക്ക് ഈ മാറ്റ് മതി എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നാട്ടിൻപുറത്ത്. ഈ അമ്പ്രാൾക്ക് ഈ മാറ്റ് മതി എന്നതുപോലെ നമുക്ക് നമ്മുടെ യോഗ്യതയ്ക്ക് ഈ ലോകം മതി, നമ്മുടെ യോഗ്യതയ്ക്ക് ഈ മുഖ്യമന്ത്രി മതി, കേരള മുഖ്യമന്ത്രി മതി. നമുക്ക് അത്രേ യോഗ്യതയുള്ളൂ. നമ്മളതിന് വെറുതെ കുറ്റം പറയണ അവരെയും വരെയൊക്കെ. നമ്മൾക്ക് അത്രേ യോഗ്യതയുള്ളൂ, അർഹതയുള്ളൂ. നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾക്ക് അതേ വേണ്ടൂ. ഈ കേരളത്തിലെ ഈ വ്യവസ്ഥകളൊക്കെ മതി, ഈ ഭരണഘടനയൊക്കെ മതി, ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ മതി, അഴിമതിക്കാരും കള്ളന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ മതി നമ്മുടെ ചുറ്റും. നമ്മൾ അതേ അർഹിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ കയ്യിലിരിപ്പോൾ അതിനപ്പുറത്താണ്. നമ്മൾ ഈ അതേ സ്ഥാനത്തേക്ക് വിട്ടാൽ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തായിരിക്കും ആൾക്കാർ. അപ്പോൾ പിന്നെ ഇത് മതി. അതാണ് ഭഗവാൻ അങ്ങനെ നിശ്ചയിച്ചിരിക്കണത്. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. ഇതിനെ മാറ്റേണ്ട ഒരു കാര്യവുമില്ല. എല്ലാം യഥാസ്ഥാനത്താണ്. എല്ലാം വേണ്ടതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഭഗവാൻ. ആ ഭഗവാനെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും സാധ്യമല്ല. അപ്പം ഈ ലോകം നന്നാവണോ? നമ്മൾ ഓരോരുത്തരും നന്നാവണം. നമ്മൾ ഓരോരുത്തരും നന്നായാൽ മാത്രമേ ലോകം നന്നാവുള്ളൂ. അല്ലാതെ നമ്മൾ സ്വയം നന്നാവാതെ ലോകം ശരിയല്ല, ഈശ്വരൻ ശരിയല്ല, ഈശ്വരനെ നിർമ്മിക്കാൻ അറിയില്ല, ആ പണി എന്നെ ഏൽപ്പിച്ചതായിരുന്നെങ്കിൽ ഞാൻ നേരാവണ്ണം ചെയ്തേനെ എന്നൊക്കെ പറയുന്ന മൂഢന്മാരാണ് നമ്മളൊക്കെ. ഇപ്പോൾ ഭഗവാന് ഒരിക്കലും തെറ്റ് പറ്റിയിട്ടില്ല. ഇപ്പം മേൽപ്പത്തൂരും ആദ്യം വിചാരിച്ചു മൂപ്പർക്ക് തെറ്റ് പറ്റിയെന്ന്, പിന്നെ മനസ്സിലായി അയ്യോ പറ്റിയിട്ടേ ഇല്ല, ഇപ്പോഴങ്ങാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി. ഹേ അജിത എന്ന് വിളിച്ചു പറയണം. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവ മദ്യാഭിജാനെ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപു ഛിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുധാംബോധിപൂരേരമേരൻ. അത് ചിന്തിക്കാം. അടുത്ത ശ്ലോകം. ഗുരുവായൂരപ്പൻ നമുക്ക് എന്തും നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നിട്ടും ജനങ്ങൾക്ക് ഗുരുവായൂരപ്പനെ വേണ്ട. ഗുരുവായൂരപ്പനിൽ നിന്ന് എന്തെങ്കിലും നിസ്സാര വസ്തുക്കൾ മതി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആശ്രയിക്കണു എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക്. ഗുരുവായൂരപ്പൻ നമുക്ക് എന്തും നൽകുന്ന കൽപ്പവൃക്ഷത്തേക്കാൾ പ്രത്യക്ഷമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. കൽപ്പവൃക്ഷങ്ങൾക്ക് പോലും പരിമിതികളുണ്ട്. ഇവിടെ ഗുരുവായൂരപ്പന് ഒരു പരിമിതിയുമില്ല. കൽപ്പവൃക്ഷത്തിന് പ്രത്യേകമായിട്ടുള്ള സ്വാർത്ഥതയോ സങ്കുചിതത എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ ഭഗവാൻ അങ്ങനത്തെ യാതൊരു ഭാവവുമില്ല. ഭഗവാൻ കാരുണ്യമൂർത്തി, വാരിക്കോരി തരാൻ തയ്യാറായി നിൽക്കുക. പക്ഷേ നമ്മളാരും ഭഗവാന്റെ അടുത്തുനിന്ന് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് ഭഗവാനെ സ്നേഹിക്കേണ്ടതെന്ന് അറിയില്ല. അതാണ് ഇവിടെ അടുത്ത 8ാമത്തെ ശ്ലോകം പറയുന്നത്. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലഃ പാരിജാതോ ഹരേ ത്വം
ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. നോക്കാം നമുക്ക് എന്താ മേൽപ്പത്തൂർ പറയുന്നതെന്ന്. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി. ഇപ്പൊ നമ്രാണാം എന്ന് പറഞ്ഞാൽ നമ്രന്മാർക്ക് എന്നർത്ഥം. നമ്രന്മാരെന്ന് പറഞ്ഞാലോ നമിച്ചിരിക്കുന്നവർ, വണങ്ങിയിരിക്കുന്നവർ, ഭഗവാനെ ഗുരുവായൂരപ്പനെ വന്ന് നമസ്കരിച്ചിരിക്കുന്നവർ നമ്രന്മാർ. നമ്രഹ ഏകവചനം, അതിൻ്റെ ഷഷ്ടി ബഹുവചനമാണ് നമ്രാണാം. നമ്രസ്യ എന്ന ഷഷ്ടി ഏകവചനം, നമസ്കരിച്ചവന്. നമ്രാണാം നമസ്കരിച്ചവർക്ക് എന്ന ബഹുവചനം. അപ്പൊ നമസ്കരിച്ചവർക്ക് സന്നിധൽസേ സതതം അപി പുരഹ. പുരഹ എന്ന് പറഞ്ഞാൽ പുരതഹ, മുമ്പിൽ എന്നർത്ഥമാണ്. അവരുടെ മുമ്പിൽ നമസ്കരിച്ചവർക്ക് അവരുടെ മുമ്പിൽ അങ്ങ് സതതം അപി എല്ലായ്പ്പോഴും സന്നിധൽസേ, സന്നിധൽസേ അങ്ങ് സാന്നിധ്യം ചെയ്യുന്നു. സന്നിധൽസേ എന്നാണ് ശരിക്കുള്ള പാഠം. സന്നിധത്തെ എന്ന് ചില പുസ്തകങ്ങളിൽ പാഠം കാണും, പല പുസ്തകങ്ങളിലും സന്നിധത്തെ എന്നാണ്. അപ്പോൾ സന്നിധത്തെ എന്ന് പറയുമ്പോൾ അവിടെ പ്രഥമ പുരുഷൻ ഏകവചനമാണ്. അത് അന്വയിച്ച് വരുമ്പോൾ വളരെ കഷ്ടമാണ് ഈ ശ്ലോകത്തിൽ. അവിടെ ത്വം എന്നുള്ള രൂപത്തിൽ സന്നിധൽസേ എന്നാണ് ഏറ്റവും ചേരുക. മധ്യമ പുരുഷൻ ഏകവചനമാണ് അവിടെ ചേരുക. മധ്യമ പുരുഷനാണ് ത്വം. മറ്റത് ഭവാൻ സഹ ഗുരുവായൂരപ്പ സന്നിധത്തെ, ഏതോ ഗുരുവായൂരപ്പൻ അവിടെ സാന്നിധ്യം ചെയ്യുന്നു എന്നായി മാറും. എന്നാൽ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് മേൽപ്പത്തൂർ പറയുന്നത് ത്വം സന്നിധൽസേ. യു ആർ പ്രസന്റ് ദയർ ഓൾവേസ്. യു ആർ ഓൾവേസ് പ്രസന്റ് ദയർ. യു ആർ റെഡി ടു ഗിവ് എനിത്തിങ് എന്ന് നേരിട്ട് നോക്കിയിട്ട് യു ആർ എന്ന് പറയുകയാണ്. അതാണ് സന്നിധൽസേ എന്നുള്ള ക്രിയ. സന്നിധത്തെ എന്ന് പറയുമ്പോൾ ഹീസ് റെഡി, ഹീസ് ദെയർ എന്നുള്ള അർത്ഥത്തിലാണ് തേർഡ് പേഴ്സൺ ആയിട്ടാണ് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് അല്ല, സെക്കൻഡ് പേഴ്സൺ ആയിട്ടാണ് യു ആർ എന്ന് പറയുന്നത്. ഇവിടെ യു ആർ എന്നുള്ളതാണ് പ്രയോജനം ശരിക്ക്. അപ്പോൾ നമ്രാണാം പുരഹ സതതമഭി സന്നിധൽസേ, നമിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ അങ്ങ് നിരന്തരം സാന്നിധ്യം ചെയ്യുന്നു. യു ആർ എവർ റെഡി ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഇഫ് എനിബഡി ഈസ് പ്രൊസ്ട്രേറ്റിംഗ് അൺ ടു thee, യു ആർ റെഡി ദെയർ ടു ഗീവ് എനിത്തിങ്. എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് തയ്യാറായി നിൽക്കുകയാണ് ഗുരുവായൂരപ്പൻ മുമ്പിൽ. അതാണ് ത്വം സന്നിധൽസേ എന്നാണ് അവിടെ ശരി. എന്നിട്ടോ തൈഹി അനഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി. തൈഹി അനഭ്യർത്ഥിതാൻ അപി. തൈഹി എന്ന് പറഞ്ഞാൽ തൈഹി നമ്രൈഹി, ആ നമിച്ചിരിക്കുന്നതായിട്ടുള്ള അവരാൽ അനഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ കാമാൻ. അർത്ഥാൻ കാമാൻ എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങളെയും കാമങ്ങളെയും. അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രയോജനമുള്ളതായിട്ടുള്ള ഏത് വസ്തുവും, അവരാഗ്രഹിച്ച കാര്യങ്ങൾ. ഇപ്പോൾ കല്യാണമാണെങ്കിലും കാതുകുത്താണെങ്കിലും എന്താണ് ആഗ്രഹിച്ചത് അത്. വിദ്യയാണെങ്കിലും സ്ഥാനമാനങ്ങളാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും യൗവനമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എല്ലാം അർത്ഥമാണ്. അർത്ഥം എന്നാൽ വെറും കാശ് പണം എന്ന് മാത്രമല്ല അർത്ഥം, കറൻസി മാത്രമല്ല അർത്ഥം. അർത്ഥശബ്ദത്തിന് ദാറ്റ് വിച്ച് ഗീവ്സ് യു എനി മീനിങ്, എനിത്തിങ് മീനിങ്ഫുൾ, എനിത്തിങ് ഫ്രൂട്ട്ഫുൾ, എന്തെങ്കിലും പ്രയോജനം നൽകുന്നതൊക്കെ അർത്ഥം എന്ന പട്ടികയിൽപ്പെടും. അപ്പോൾ ആഗ്രഹിക്കുന്ന, അതാണ് അർത്ഥന്മാർ, അർത്ഥാർത്ഥികൾ എന്ന് പറയും. അർത്ഥാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പ്രയോജനം അർത്ഥിക്കുന്നവർ. ഭഗവാനിൽ നിന്ന് പ്രയോജനം അർത്ഥിക്കുന്ന ആളുകൾക്ക് അവര് ആഗ്രഹിക്കാത്ത അനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാൻ വിതരസി. അനഭ്യർത്ഥിത എന്ന് പറഞ്ഞാലോ ചോദിക്കാത്തത്, അഭ്യർത്ഥിക്കാത്തതായിട്ടുള്ള, ചോദിക്കാത്തതായിട്ടുള്ള അർത്ഥാൻ കാമാൻ, കാമങ്ങളെയും. കാമങ്ങൾ എന്നാൽ വിഷയഭോഗങ്ങൾ, സുഖങ്ങൾ എന്നൊക്കെ അർത്ഥം. എനി എന്റർടൈൻമെന്റ്, എനി എൻജോയ്മെന്റ്, എനി ലക്ഷറീസ്, എനി കംഫർട്ട്സ് ഒക്കെ കാമ ശബ്ദത്തിൽ പെടുന്നു. കാമം എന്ന് പറഞ്ഞാൽ എനിത്തിങ് ഡിസയറബിൾ. എനി ഡിസയർ ഈസ് കാമ. അപ്പോൾ എനിത്തിങ് ഡിസയറബിൾ ഈസ് കാമ.
കാമം എന്ന് പറഞ്ഞാൽ വിഷയം എന്നർത്ഥമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ അജസ്രം വിതരസി. അജസ്രം എന്ന് പറഞ്ഞാലോ എല്ലായ്പ്പോഴും, ഓൾവേസ് യു ആർ വിതരസി. ത്വം വിതരസി. വിതരതി അല്ല അവിടെയും, വിതരസിയാണ് പക്ക. വിതരതി, സഹ വിതരതി. ഹി ഡിസ്ട്രിബ്യൂട്ട്സ്. സംബഡി ഡിസ്ട്രിബ്യൂട്ട്സ് മീൻസ് ഗുരുവായൂരപ്പൻ ഈസ് സംബഡി എൽസ് എന്നുള്ള രീതിയിൽ തേർഡ് പേഴ്സൺ ആയിട്ട് പറയുമ്പോൾ ഹി ഡിസ്ട്രിബ്യൂട്ട്സ് എന്ന് വരും വിതരതി എന്ന് പറഞ്ഞാൽ. എന്നാൽ വിതരസി എന്ന് പറയുമ്പോൾ ത്വം വിതരസി, യു ഡിസ്ട്രിബ്യൂട്ട്സ്. അങ്ങ് വിതരണം ചെയ്യുന്നു. ഇവിടെ അങ്ങ് എന്ന് നേരിട്ട് നോക്കിയിട്ടാണ് പറയണത്. ഇവിടെ അങ്ങ് വിതരണം ചെയ്യുന്നു. മാത്രമല്ല അർത്ഥകാമങ്ങളെ മാത്രമല്ല, പരമാനന്ദ സാന്ദ്രാം ഗതിം ച, പരമാനന്ദ സാന്ദ്രമായ ഗതി, പരമാനന്ദം നിറഞ്ഞ സാന്ദ്രമായ ഘനീഭവിച്ച ഗതി എന്ന് പറഞ്ഞാലോ ആ മോക്ഷം. പരമാനന്ദ സാന്ദ്രമായ ഗതി എന്ന് പറഞ്ഞാൽ ആനന്ദപൂർണമായ അവസ്ഥ, മോക്ഷം എന്നതായിട്ടുള്ള അവസ്ഥ. അപ്പോൾ അർത്ഥം, കാമം, മോക്ഷം, ഇത് മൂന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ആർത്തന്മാരുടെ ദുഃഖം നീക്കുക എന്നുള്ളതിനെ പറ്റി പറയേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ആർത്തന്മാർക്ക് അവരുടെ ദുഃഖങ്ങളെ നീക്കി കൊടുക്കുന്നു, അർത്ഥാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു, കാമികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാക്കി കൊടുക്കുന്നു, എല്ലാ കാമങ്ങളും സാധിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മോക്ഷേച്ഛുക്കൾക്ക്, മുമുക്ഷുക്കൾക്ക് മോക്ഷസുഖവും പരമാനന്ദ സാന്ദ്രാം ഗതിയും അങ്ങ് നൽകുന്നു. അങ്ങനെയിരിക്കെ ഇത്തം, ഇപ്രകാരം നിശേഷലഭ്യ നിരവധിക ബല പാരിജാത ഹരേ ത്വം. ഇവിടെ ത്വം എന്ന് വന്നിരിക്കണ കണ്ടില്ലേ? ഈ ത്വമ്മിനോടാണ് അതെല്ലാം അന്വയിപ്പിക്കേണ്ടത്, മുമ്പിൽ പറഞ്ഞ വാക്കുകളൊക്കെ. അപ്പോൾ അവിടെ സന്നിധത്തെ വിതരത്തി എന്നൊക്കെ പറഞ്ഞാൽ ത്വമ്മിനോട് അന്വയിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ത്വമ്മാണ് കർത്താവ്. ത്വം ത്വം എന്ന് മുമ്പിൽ നോക്കി നേരെ നോക്കി പറയുക. അപ്പോൾ സന്നിധത്തെ വിതരത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര കുഴപ്പമാണ് അന്വയം, ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്കാണത്. അപ്പോൾ ഇവിടെ ത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ സന്നിധൽസേ വിതരസി, അതാണ് പ്രോപ്പർ. അപ്പോൾ ത്വം എങ്ങനെയുള്ള ആളാണ്? ഹരേ, അല്ലയോ ഗുരുവായൂരപ്പ, ഹരേ ത്വം പാരിജാത, അങ്ങ് പാരിജാത വൃക്ഷമാകുന്നു, കൽപ്പവൃക്ഷമാകുന്നു. എങ്ങനെയുള്ള കൽപ്പവൃക്ഷം? രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞു ഈ പാരിജാതത്തിന്. നിശേഷലഭ്യ പാരിജാത, നിരവധിക ബല പാരിജാത. എന്താ അർത്ഥം? നിശേഷലഭ്യ എന്ന് പറഞ്ഞാൽ നിശേഷാനാം ലഭ്യ. നിശേഷാനാം ലഭ്യ എന്ന് പറഞ്ഞാലോ എല്ലാവർക്കും സുലഭനായിരിക്കുന്നത് എന്നർത്ഥം. മറ്റേ പാരിജാതത്തിനെ സമീപിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണം. ദേവലോകത്ത് പാരിജാത വൃക്ഷമുണ്ട്, കൽപ്പവൃക്ഷം. അതിനെ പ്രാപിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണം. സ്വർഗത്തിലെത്തണമെങ്കിൽ എന്താ വഴി? സാധാരണക്കാർക്കൊക്കെ വിസ കിട്ടുമോ? സ്വർഗത്തിലേക്ക് കിട്ടുമോ? വഴി കൂടെ പോകുന്നവർക്കൊക്കെ വിസ കൊടുക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക്? പറ്റില്ല. സ്വർഗത്തിലെത്തണമെങ്കിൽ ഇന്ന യാഗങ്ങൾ, കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിൽ PSC ലിസ്റ്റിൽ വരുന്ന പോലെ വരണം നമുക്ക്, നമ്മുടെ മെറിറ്റ്. എന്നിട്ട് സമയമാകുമ്പോൾ നമ്മളെ അവിടേക്ക് കയറ്റിവിടും, പ്രൊമോട്ട് ചെയ്യും. PSC ലിസ്റ്റിലുള്ള അതേ അവസ്ഥ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള ലിസ്റ്റും. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറഞ്ഞ പോലെയാ. അല്ല, PSCയിൽ കിട്ടിയാൽ കിട്ടി, സ്വർഗത്തിലേക്ക് പിന്നെ എപ്പോഴെങ്കിലും കിട്ടാതിരിക്കില്ല. നമ്മുടെ പുണ്യം പാകമാകുമ്പോൾ, അവിടെ വേക്കൻസി വരുമ്പോൾ നമ്മളെ അങ്ങടേക്ക് കയറ്റിവിടും. അതാണ്. ഇപ്പം ഇന്ദ്ര പദവി അവിടെ ഓക്കുപ്പൈഡാണ്. അപ്പം നമ്മൾ ഇന്ദ്രൻ്റെ പദവിയിലേക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. യു ഹാവ് ടു വെയിറ്റ്. ഇപ്പം മഹാബലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഇന്ദ്രനാവാനായിക്കൊണ്ട്, അറിയില്ലേ? സുതലത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് മൂപ്പര്. അപ്പോൾ ഇന്ദ്ര പദവി എന്നുള്ളത് അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിലുണ്ട്, ബട്ട് സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. എന്താണ്? കാലമാവണം, ഈ മന്വന്തരം കഴിയണം. വൈവസ്വത മന്വന്തരം കഴിഞ്ഞ അടുത്ത സാവർണി മന്വന്തരത്തിലേ മൂപ്പർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അതുപോലെയാണ് സ്വർഗത്തിലുള്ള ഓരോ സ്ഥാനമാനങ്ങളും. നിങ്ങൾ വായു ഭഗവാനാകണം, അഗ്നി ഭഗവാനാവണം, അല്ലെങ്കിൽ വരുണനാവണം, കുബേരനാവണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഓക്കുപ്പൈഡാണ് സീറ്റ്. സോ യു ഹാവ് ടു വെയിറ്റ്. ഇപ്പോൾ വേക്കൻസി ഇല്ല. അപ്പോൾ PSC ലിസ്റ്റ് പോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് പലരും. മനസ്സിലായില്ലേ? അപ്പോൾ നിശേഷാനാം ലഭ്യ ന,
ഏത് സ്വർഗത്തിലെ പാരിജാതം അവിടെ എത്തണമെങ്കിൽ ഒരുപാട് സ്ക്രീനിങ്ങും സ്കാനിങ്ങും ഒരുപാട് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എല്ലാം കഴിഞ്ഞിട്ടേ അവിടെ നിങ്ങൾ എത്തിച്ചേരുള്ളൂ, ക്വാളിഫൈഡ് ആവുള്ളൂ. അപ്പോൾ നിശേഷലഭ്യ അല്ല സ്വർഗത്തിലെ പാരിജാതം. ഗുരുവായൂരപ്പനോ നിശേഷലഭ്യ, എനിബഡി ക്യാൻ അപ്രോച്ച്, അവൈലബിൾ ടു എവ്രിബഡി. ആർക്കും ഏത് തെരുവിൽ പോകുന്നവനും പോയി കയറാം. എവിടേക്കാണ്? ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വിളി കേൾക്കും. പാരിജാതനാണവൻ. ആ ഗുരുവായൂരിലേക്ക് പോകണമെന്ന് പോലും ഇല്ല, വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി. എന്തിനാ? ഗുരുവായൂരപ്പനോട് ബന്ധപ്പെട്ട് ആനകളുടെ കഥ പോലും ഇല്ല. ഗുരുവായൂർ കേശവനെ പോലെയുള്ള ആനകളുടെ കഥ പോലും ഇല്ല. മനുഷ്യന്മാരുടെ കഥയല്ലല്ലോ, പല മൃഗങ്ങളുടെയും കഥകളുണ്ട് അവിടെ, മനുഷ്യന്മാരുടെ മാത്രം കഥയല്ല അല്ലേ? കുറൂരമ്മയുടെയും മഞ്ജുളാദേവിയുടെയും അതുപോലെയുള്ള മഹാത്മാക്കളുടെ, വില്ലുമംഗലത്തിൻ്റെ, അതുപോലെ എത്രയെത്ര മങ്ങാട്ടച്ഛൻ്റെ, അല്ല എന്താ പൂന്താനത്തിൻ്റെ, എത്രയെത്ര മഹാത്മാക്കളുടെ കഥകൾ, എത്ര പാവങ്ങളുടെ കഥകൾ, എത്രയോ ഭക്തന്മാരുടെ കഥകളുണ്ട് അവിടെ. അപ്പം നിശേഷലഭ്യ, നിശേഷലഭ്യ, നിശേഷർക്കും, ശേഷിക്കാതെ ആർക്കും എന്നർത്ഥം. ആരും ശേഷിക്കുന്നില്ല. ഇന്നാളെ മാറ്റി നിർത്തണോ എന്ന് ചോദിച്ചാൽ വേണ്ട വേണ്ട വേണ്ട, അവനെയും വിടുക എന്ന് ഗുരുവായൂരപ്പൻ പറയും. ഐ ക്യാൻ മാനേജ്, സെൻഡ് ഹിം എന്ന് ഗുരുവായൂരപ്പൻ ആരെയും റിസർവ് ചെയ്യുന്നില്ല എന്ന് പറയാ. നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന്. നമ്മൾ വെച്ച നിയമം, ഗുരുവായൂരപ്പൻ വെച്ചതല്ല കേട്ടോ. ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടില്ല യേശുദാസിനെ പ്രവേശിപ്പിക്കണ്ട, അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കണ്ട എന്നൊന്നും ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വെച്ചാണ്. അത് അത്യാവശ്യം വേണം ചില കാര്യങ്ങൾക്കൊക്കെ. അത് പറഞ്ഞിട്ട് യേശുദാസിനെ പ്രവേശിക്കാൻ അവകാശമില്ല എന്നൊന്നുമില്ല. യേശുദാസിനെയും പ്രവേശിപ്പിക്കാം. യേശുദാസ് പക്ഷേ ആള് പോപ്പുലറായിപ്പോയി, കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചറിയും, അതുകൊണ്ട് കയറ്റിവിടുന്നില്ല എന്നേ ഉള്ളൂ. അതല്ലാതെ എത്രയോ ആളുകൾ, അന്യമതസ്ഥര്, പോപ്പുലർ അല്ലാത്തവർ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരങ്ങൊന്നുമല്ല, അവർ ഭക്തിപൂർവ്വം തൊഴാൻ വരുന്നുണ്ട്. എത്രയോ ആളുകൾ, നമുക്കറിയില്ല അവരാരാന്നൊന്നും. അവർ ഇവിടെ എത്തുമ്പോഴേക്കും പേര് മാറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പേരൊക്കെ മാറ്റും. അബ്ദുള്ളയോ വഹാബോ സലീമോ ഒക്കെ ആയിരുന്നവർ ഇവിടെ എത്തുമ്പോഴേക്കും വേറെ വല്ല കൃഷ്ണനോ ഗോവിന്ദനോ ദാമോദരനോ ഒക്കെ ആയിട്ട് ഉള്ളിൽ കയറിപ്പോവും. തൊഴുന്നുണ്ട് അവരൊക്കെ, എനിക്കറിയാം, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെയൊക്കെ ബാല്യത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ, പരിചയമുള്ള ആൾക്കാരെ. അവർ കയറിപ്പോയെന്ന് തൊഴുന്ന കണ്ടിട്ടുണ്ട്. തൊഴുതോട്ടെ, അതിന് ദോഷമൊന്നുമില്ല. ആരും അറിയാതെ അവർ ഭക്തിയോടുകൂടി തൊഴുതു പോയാൽ ഒന്നും സംഭവിക്കില്ല അവിടെ. ഗുരുവായൂരപ്പന് ഒരു അശുദ്ധിയില്ല. ഗുരുവായൂരപ്പൻ അശുദ്ധിയാവില്ല. ഗുരുവായൂരപ്പൻ നിത്യശുദ്ധനാണ്, ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നവനാണ്. ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നവനാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പനെ അശുദ്ധനാക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധ്യമല്ല. പിന്നെ നമ്മുടെയൊക്കെ സങ്കല്പങ്ങളാണ് ഈ അശുദ്ധി വിശുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇരിക്കട്ടെ, അതൊക്കെ വ്യവസ്ഥകൾ വേണം. ചില കാര്യങ്ങൾ നടന്നു പോകാൻ ചില വ്യവസ്ഥകൾ, ചില മര്യാദകൾ വേണം. ആത്യന്തികമായി പാരമാർത്ഥികമായിട്ട് നോക്കിയാൽ അതൊന്നുമില്ല. വേദാന്ത ദൃഷ്ടിയ നോക്കിയാൽ അതൊന്നുമില്ല. വ്യാവഹാരിക ദൃഷ്ടിയ, പ്രായോഗിക ദൃഷ്ടിയ ചില വ്യവസ്ഥകളൊക്കെ വെച്ചിരിക്കുന്നു. ഇരിക്കട്ടെ, എല്ലാം നല്ലത് തന്നെ. അപ്പോൾ നിശേഷലഭ്യ, നിശേഷർക്കും ലഭ്യനാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഇനി അഥവാ അകത്തേക്ക് കയറിയില്ലെങ്കിലും ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് ആർക്കും വിളിക്കാം ഗുരുവായൂരപ്പനെ. ഗുരുവായൂരപ്പൻ കൂടെ ഇറങ്ങിപ്പോവും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്തം നിശേഷലഭ്യ നിരവധിക ബലഹ. നിരവധിക ബലഹ എന്ന് പറഞ്ഞാൽ പാരിജാതം പരിമിത ബലഹ, അവധിയോടുകൂടിയ ബലമുള്ളതാണ് പാരിജാതം. പാരിജാതത്തിന് ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പാരിജാതം ചോദിച്ചാൽ തരില്ല. അത് ഇന്ദ്രൻ്റെ പദവി വേണം എനിക്ക് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ തരില്ല. ദേവലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനം ചോദിച്ചാൽ തരാൻ പറ്റില്ല പാരിജാതത്തിന്. പാരിജാതത്തിന് ചില കണ്ടീഷൻസിനനുസരിച്ച് ചില കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം തരാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ അവധിയോടുകൂടിയ ഫലങ്ങളെ പാരിജാതം തരുന്നുള്ളൂ എങ്കിൽ അവധിയില്ലാത്ത ഫലങ്ങളെ നൽകുന്ന പാരിജാതമാണ് ശ്രീ ഭഗവാൻ ഗുരുവായൂരപ്പൻ.
നിരവധി. നിരവധി എന്ന് പറഞ്ഞാൽ നിർഗതമായ അവധി, അവധി ഇല്ലാത്തത്, അവധി പൊട്ടിച്ചു കളഞ്ഞത്, പരിമിതികളൊക്കെ ലംഘിച്ചത്, ഒരു അവധിയുമില്ലാത്തത് എന്നർത്ഥം. നിരവധിക ബലഹ, അനവധിക ബലഹ, അനവധിക ബലഹ പാരിജാത. അപ്പൊ ഈ പാരിജാത എന്നുള്ളതിന്റെ വിശേഷണമാണ് നിശേഷലഭ്യ പാരിജാത, നിരവധിക ബലഹ പാരിജാത ത്വം. ഗുരുവായൂരപ്പ, അങ്ങ് എല്ലാവർക്കും സുലഭനും, എപ്പോൾ വേണമെങ്കിൽ സുലഭനും, ഏത് ബലങ്ങളെയും കൊടുക്കുവാൻ തയ്യാറുള്ളതുമായിട്ടുള്ള ശക്തിയുള്ളതായിട്ടുള്ള പാരിജാതമാകുന്നു. അങ്ങനെയുള്ള പാരിജാതം ഈ ഗുരുവായൂരപ്പനായിട്ട് ഇവിടെ ഈ കേരളത്തിൽ, ഈ തൃശ്ശൂർ മണ്ണിൽ, ഗുരുവായൂരിൽ അവൈലബിൾ ആയിരിക്കേ, അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യണു? ക്ഷുദ്രം തം ശക്രവാട്ടി ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്തിവ്രജോയം. വ്യർത്ഥം, വൃഥാ അർത്തിവ്രജ. അർത്തിവ്രജ എന്ന് പറഞ്ഞാൽ അർത്ഥികളുടെ കൂട്ടം. അർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ അർത്ഥിക്കുന്നവർ. അങ്ങനെയുള്ള അയം അർത്തിവ്രജ. ഈ അർത്ഥിക്കൂട്ടങ്ങളുണ്ടല്ലോ, അവര് ക്ഷുദ്രമായിരിക്കുന്ന, നിസ്സാരമായിരിക്കുന്ന, നിസ്സാര ഫലങ്ങളെ മാത്രം നൽകാൻ കഴിവുള്ള ഈ ചക്രവാടി ദ്രുമം. ചക്രവാടി ദ്രുമം മറ്റേ പാരിജാതം, ഒറിജിനൽ പാരിജാതം, സ്വർഗത്തിലെ വൃക്ഷം. ചക്രവാടി എന്ന് പറഞ്ഞാൽ ചക്രന്റെ ഉദ്യാനം, അതിലെ ദ്രുമം വൃക്ഷം. അപ്പൊ ചക്രന്റെ പൂന്തോട്ടത്തിലെ വൃക്ഷമായ ആ കൽപ്പവൃക്ഷത്തെ അഭിലഷതി, അതിനെ മതി എന്നാ പറയുന്ന ആൾക്കാർ. അപ്പൊ ഇവിടെ ഗുരുവായൂരപ്പനാകുന്ന പാരിജാതം നിശേഷലഭ്യനും നിരവധിക ബലനുമായിട്ടിരിക്കെ ആളുകൾക്ക് ഇത് വേണ്ട, ചില പ്രത്യേക ആളുകൾക്ക് മാത്രം ലഭ്യനും ചില പ്രത്യേക സ്ഥാനത്ത് മാത്രം ലഭ്യനുമായിരിക്കുന്നതും, അതുപോലെ എല്ലാ ബലങ്ങളും നൽകാൻ കഴിവില്ലാത്തതുമായിട്ടുള്ള നിസ്സാരനായിട്ടുള്ള അല്പബലം മാത്രം നൽകുന്നതായിട്ടുള്ള ആ ചക്രവാടി ദ്രുമത്തെ അഭിലഷിക്കുന്നു ഈ മൂഢജനങ്ങൾ. എന്നാലോ മറ്റു ദേവന്മാരെ ഉപാസിക്കുന്നവരും നിസ്സാര കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നവരുമായിട്ടുള്ള ആൾക്കൂട്ടത്തെയാണ് അവിടെ അർത്തിവ്രജം എന്ന് പറഞ്ഞത്. അർത്ഥികളുടെ വ്രജം, കൂട്ടം, സമൂഹം. അപ്പം അറിവില്ലാത്ത ആളുകൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നിസ്സാരന്മാരായ ദേവന്മാരെ ആശ്രയിക്കുന്നു. അഥവാ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചാലും ഗുരുവായൂരപ്പൻ്റെ അടുത്തുനിന്ന് എന്താ ചോദിച്ച് മേടിക്കേണ്ടതെന്നോ അറിയില്ല അവർക്ക്, അല്ലേ? പണ്ട് ഒരു ഗൃഹനാഥൻ രാജാവിനെ കാണാൻ പോവുമായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും സഹായം ചോദിക്കണം, തൻ്റെ ദാരിദ്ര്യം മാറ്റാൻ എന്ന് വിചാരിച്ച് ഭാര്യയോട് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഭാര്യ ഇറക്കത്തിൽ പറഞ്ഞു, അതെ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കൂട്ടാൻ വെക്കാനേ ഒന്നുമില്ല, ഒരു കുമ്പളങ്ങിയെങ്കിലും മേടിച്ചിട്ട് വരൂ കേട്ടോ എന്ന് പറഞ്ഞു. ഇയാൾ രാജാവിൻ്റെ അടുത്ത് കഷ്ടപ്പെട്ട് അവിടെ എത്തി, മുഖം കാണിച്ചു. രാജാവ് ചോദിച്ചു, എന്താ വേണ്ടത് ചോദിച്ചോളൂ. ഇയാളുടെ വായിൽ വന്നത് ഭാര്യ പറഞ്ഞു വിട്ട കുമ്പളങ്ങയുടെ കാര്യമാണ്. ഉച്ചയ്ക്ക് കൂട്ടാൻ വെക്കാൻ അവിടെ വീട്ടിൽ കുമ്പളങ്ങ ഇല്ല, ഒരു കുമ്പളങ്ങ കിട്ടിയാൽ വേണ്ടില്ല. രാജാവ് എന്തും കൊടുക്കാൻ തയ്യാറായിരുന്നു. വേണമെങ്കിൽ കുറച്ച് രത്നമോ സ്വർണമോ നാണയങ്ങളോ അല്ലെങ്കിൽ ഇയാൾക്കൊരു ഉദ്യോഗം വരെ വേണമെങ്കിൽ കൊടുക്കുമായിരുന്നു. പെർമനൻ്റായിട്ട് ഇയാൾക്ക് പ്രശ്നങ്ങളൊക്കെ തീർന്നു കൊടുക്കുമായിരുന്നു. വേണമെങ്കിൽ എന്തെങ്കിലും അയാളുടെ അർഹതയ്ക്കനുസരിച്ച് ഉദ്യോഗം ചോദിച്ചിരുന്നാൽ അത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ജീവിതം മുഴുവൻ ധന്യമാകുമായിരുന്നു. അതിന് പകരം തൽക്കാലം അയാൾ ഒരു കുമ്പളങ്ങ ചോദിച്ചിട്ട് ആ കുമ്പളങ്ങയും മേടിച്ചുകൊണ്ട് പോന്നു. പാവം. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ അയാൾക്ക് അടുത്ത ഇൻ്റർവ്യൂ കാത്ത് നിൽക്കണം. അതുപോലെയാണ് നമ്മുടെ അർത്ഥിവ്രജങ്ങൾ. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതായിട്ടുള്ള അർത്ഥാർത്ഥികളായിരിക്കുന്ന ഭക്തന്മാർ എന്ന് പറയണം ഇവിടെ, അർത്ഥാർത്ഥികളായ ഭക്തന്മാരുടെ കാര്യം. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയാൽ ഭഗവാൻ തന്നെ നമ്മുടെ കൂടെ ഇറങ്ങിപ്പോരാൻ തയ്യാറാ. ഭഗവാൻ പറയണു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ആത്മാവായിട്ട് നിങ്ങൾ കണ്ണടച്ചുള്ളിലോട്ട് നോക്കൂ, ഞാൻ അവിടെയുണ്ട്, നിങ്ങൾക്ക് എന്തും നൽകും ഞാൻ, പേടിക്കേണ്ട എന്ന് ഭഗവാൻ നമുക്ക്, ആ ഗുരുവായൂരപ്പൻ കൂടെ എവർ അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പനെ മറന്നുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അലയുന്നു എന്ന് താല്പര്യം. അപ്പോൾ ആ ഒരു അർത്ഥിവ്രജങ്ങളെ ഒന്ന് കളിയാക്കിയതാണ് മേൽപ്പത്തൂര്. സ്വയം താനും തിരി ഒരു എന്താ പറയുക, ആർത്തനായിട്ടാണ് ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുന്നത്. തൻ്റെ രോഗം മാറ്റുന്ന കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. അപ്പോൾ തനിക്കുമുണ്ട് പ്രശ്നം, അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ
മറ്റുള്ളവരുടെ കാര്യം കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ലോകത്തിൽ അറിവില്ലാത്ത ആൾക്കാർ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നിസ്സാര കാര്യങ്ങൾ ചോദിക്കുന്നു എന്ന്. നമ്രാണാം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലഃ പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. ഇപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കണം. എത്രയും പറഞ്ഞാലും പിന്നെയും ചോദിക്കും സംശയങ്ങൾ പലരും, അതിന് നിവൃത്തിയില്ല. അടുത്ത ഭഗവാന്റെ കാരുണ്യത്തെ ഒന്നുകൂടെ എടുത്തു പറയുന്ന ശ്ലോകമാണ് 9ാമത്തെ ശ്ലോകം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയി ഉച്ചൈരാരമന്തി പ്രതിപദമധുരേ ഛേദനാസ്പിതഭാഗ്യാഃ ത്വം ചാത്മാരാമയേവേതി അതുലഗുണഗണാധാര ശൗരേ നമസ്തേ. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയി ഉച്ചൈരാരമന്തി പ്രതിപദമധുരേ ഛേദനാസ്പിതഭാഗ്യാഃ ത്വം ച ആത്മാരാമയേവേതി അതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ഇവിടെ മറ്റു ദേവന്മാരെയും ഗുരുവായൂരപ്പനെയും തമ്മിൽ ഒരു താരതമ്യം ചെയ്ത് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഏറ്റവും നല്ലതല്ലേ തിരഞ്ഞെടുക്കുക? ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളെയല്ലേ ആശ്രയിക്കുക? അതിനു വേണ്ടി പറഞ്ഞു തരണം കേട്ടോ, ഏതാ നല്ലത് എന്ന്. അല്ലേ, ഏതെങ്കിലും ഒരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ പോയാൽ പോലും ആ കടക്കാർ പറഞ്ഞു തരും, ഇതാ ഇന്നത് നല്ലത്, ഇന്നത് ഇത്തിരി സെക്കൻഡ് ക്ലാസ് ആണ്, സെക്കൻഡ് ക്വാളിറ്റിയാണ്, ഈ നല്ലതിന് ഇത്തിരി വില കൂടും, മറ്റതിന് വില കുറയും, ഏതാ വേണ്ടച്ചെടുത്തോളൂ എന്ന് ഏത് കച്ചവടക്കാരും പറയും. അല്ലേ, അതുപോലെ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുകയാണ്, ഇതാ ഗുരുവായൂരപ്പൻ്റെ ഗുണം ഇന്നതാണ്, മറ്റ് ദേവന്മാരുടെ ഗുണം ഇന്നതാണ്, നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം കേട്ടോ എന്ന്. നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുക? നിങ്ങൾക്ക് വിവേകവും ബുദ്ധി ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ തന്നെ തിരഞ്ഞെടുക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അതാണ് കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ. പരേ പരേ എന്ന് പറഞ്ഞാൽ പരന്മാര് എന്നർത്ഥം. അന്യന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ അന്യദേവന്മാര് എന്നർത്ഥം. അപ്പോൾ പരന്മാരായ അന്യന്മാരായ ദേവന്മാര് കാരുണ്യാത് അന്യം കാമം ദദതി ഖലു. അന്യം കാമം എന്ന് പറഞ്ഞാൽ അന്യങ്ങളായ മറ്റു വല്ല നിസ്സാരങ്ങളായ കാമങ്ങളെ ആഗ്രഹങ്ങളെ സാധിച്ചു തരാൻ. കാരണം എന്താ? കാരുണ്യാത്, കാരുണ്യം ഹേതുവായിട്ട് എന്ന് വെച്ചാൽ ദയ കൊണ്ട്, സിമ്പതി കൊണ്ട്. നിങ്ങൾ ചെന്ന് അവിടെ ചെന്ന് വെറുതെ കരഞ്ഞാൽ ആർക്കും ഒരു അലിവുണ്ടാവും. ഏത് ദേവന്മാരും നിങ്ങളോട് അലിയും, ഒരു കാരുണ്യം ഉണ്ടാവും. ആ ദയ കൊണ്ട്, സിമ്പതി കൊണ്ട് നിസ്സാര കാര്യങ്ങളെയൊക്കെ സാധിച്ചു തരും ആര്? മറ്റു ദേവന്മാർ. അപ്പൊ പരേ കാരുണ്യാത് അന്യം കാമം ദദതി ഖലു. പരന്മാരായ അന്യന്മാരായ ദേവന്മാർ നിങ്ങളുടെ നിസ്സാര കാര്യങ്ങളൊക്കെ സാധിച്ചു തരും നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട്, ദയ കൊണ്ട്. എന്നാൽ സ്വാത്മതഃ ത്വം വിശേഷാത്, ത്വം വിശേഷാത് സ്വാത്മതഃ, അങ്ങ് വിശേഷമായിട്ട് ആത്മതഃ സ്വന്തം ആത്മാവിനെ തന്നെ നൽകുന്നവനാണ്, തന്നെ തന്നെ നൽകുന്നവനാണ്. ഗുരുവായൂരപ്പൻ തന്നെ തന്നെ സ്വാത്മതഃ, സ്വാത്മാനം ദദാതി, തന്നെ തന്നെ നൽകാൻ തയ്യാറാണ് എന്ന. വേറെ കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് സങ്കടം തോന്നും. അയ്യേ, എന്താ ഈ ജനങ്ങൾ, എന്നെ വേണ്ട ആർക്കും, ഞാൻ ചെന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ലക്ഷ്മി മുഴുവനായിട്ട് പോരുമല്ലോ.
ഭഗവാൻ ഗുരുവായൂരപ്പം കൂടെ പോന്നു കഴിഞ്ഞാൽ ലക്ഷ്മി പുറകെ പോരും. അത് അറിയുന്നില്ല ആൾക്കാർക്ക്. അവർ ലക്ഷ്മിയുടെ പുറകെ പോവും. ലക്ഷ്മി ആവട്ടെ, ലക്ഷ്മി ഓടിക്കൊണ്ടേയിരിക്കുക പിടികൊടുക്കാതെ. എന്താ കാരണം? ലക്ഷ്മിക്ക് വേണ്ടത് ഗുരുവായൂരപ്പനെയാണ്. അപ്പോൾ ലക്ഷ്മിയെ പിടിക്കണമെങ്കിൽ എളുപ്പവഴി ഗുരുവായൂരപ്പനെ പിടിക്കലാണ്. അത് അറിയുന്നില്ല മൂഢജനങ്ങൾക്ക്. അവർ ലക്ഷ്മിയുടെ പുറകെ ഓടുന്നു. ലക്ഷ്മിയാണെങ്കിൽ എവിടെയും നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. പിടി കൊടുക്കണേ ഇല്ല ആർക്കും. എന്തെങ്കിലും നിസ്സാരമായിട്ട് എന്തെങ്കിലും മണക്കാനിട്ട് കൊടുത്തിട്ട് ലക്ഷ്മി സ്ഥലം വിടുന്നു. അപ്പോൾ ലക്ഷ്മിയെ പിടിക്കണമെങ്കിൽ ഗുരുവായൂരപ്പനെ പിടിച്ചാൽ മതി. കാരണം ഗുരുവായൂരപ്പൻ്റെ പാദസേവ ചെയ്തുകൊണ്ട് ലക്ഷ്മി എന്നും കൂടെയുണ്ട്. ലക്ഷ്മി ഗുരുവായൂരപ്പൻ്റെ വക്ഷസ്ഥലത്ത് മാറിടത്തിൽ എന്നും ചേർന്നിരിക്കുന്നു. അപ്പം അതുപോലെ മറ്റു ദേവന്മാരെ ആശ്രയിക്കുന്നവർക്ക് നിസ്സാര കാര്യങ്ങൾ കിട്ടുന്നു. ഗുരുവായൂരപ്പനാകട്ടെ തന്നെ തന്നെ നൽകാൻ തയ്യാറായിരിക്കുന്നു. കുചേലോപാഖ്യാനത്തിൽ കുചേലൻ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ തന്നെ നൽകുന്നവനാണ് എന്ന്. അങ്ങനെയുള്ള ഭഗവാന്റെ അടുത്ത് പോയിട്ട് നിസ്സാര കാര്യങ്ങൾ ചോദിക്കാൻ കുചേലന് നാണക്കേടാകുന്നുണ്ട്. ഭാര്യ നിർബന്ധിച്ച് പറയുന്നുണ്ട്, വല്ലതും ചോദിച്ചിട്ട് വരൂ മറ്റേ ഭഗവാനോട്, ദ്വാരകാധീശനോട് എന്ന്. അപ്പോൾ ഭഗവാന് നിസ്സാര കാര്യങ്ങൾ കൊടുക്കുന്നതല്ല ഇഷ്ടം, ഭഗവാന് തന്നെ തന്നെ കൊടുക്കാനാണ് ഇഷ്ടം എന്ന് സ്വയം ചിന്തിക്കുന്നുണ്ട് അവിടെ കുചേലൻ. അപ്പോൾ ഇവിടെ സ്വാത്മതസ്ത്വം വിശേഷാത്, വിശേഷമായിട്ട് അങ്ങ് സ്വാത്മതനാണ്, അങ്ങ് അസാധാരണമായിട്ടുള്ള കാരുണ്യമാണ് എന്നർത്ഥം. മറ്റുള്ളവരുടെ പോലെയുള്ള കാരുണ്യമല്ല, അസാധാരണ കാരുണ്യം കൊണ്ട് തന്നെ തന്നെ നൽകുന്നു, സായുജ്യം നൽകുന്നു എന്നർത്ഥം. സായുജ്യം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ നൽകുക എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വരൂപം തന്നെ മറ്റൊരു ഭക്തനും കൊടുക്കുന്നു. സാരൂപ്യ ഭക്തി, സായുജ്യ ഭക്തി കൊടുക്കുന്നു. അതുപോലെ ഐശ്വര്യാത് ഈശതേ അന്യേ ജഗതി പരജനേ, അന്യേ മറ്റു ദേവന്മാര് ഐശ്വര്യാത് അവരുടെ സ്ഥാനം, ഈശ്വരത്വം എന്നുള്ളതായിട്ട് ചില സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അവർക്ക് ഭരണത്തിനുള്ളതായിട്ടുള്ള വകുപ്പുകൾ ഉള്ളതുകൊണ്ട് ആ ഹേതുവായിട്ട് ജഗതി ഈ ലോകത്തില് പരജനേ ഈശതേ മറ്റുള്ളവരെ അവർ ഈശിക്കുന്നു, ഭരിക്കുന്നു. എന്നുവെച്ചാൽ അവർക്ക് ഓരോ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തതിരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് തങ്ങളുടെ താഴെയുള്ളതായിട്ടുള്ള ആളുകളെ ഭരിക്കുന്നു. എന്നാൽ ത്വം സ്വാത്മനോപി ഈശ്വരഃ, സ്വാത്മനോപി ഈശ്വരഃ ത്വം, അങ്ങയുടെ ഈശ്വരനും അങ്ങ് തന്നെ. മറ്റുള്ളവർക്ക് മുകളിൽ ഈശ്വരന്മാരുണ്ട്, അവർ വേറെ താഴെയുള്ളവരുടെ ഈശ്വരനാണ്, ഇടയിലുള്ള ഈശ്വരന്മാരാണ് ബാക്കിയുള്ള ദേവന്മാർ. അപ്പോൾ അവർ അവരുടെ താഴെയുള്ളവരെ ഭരിക്കുന്നു. മുകളിലുള്ളവരെ ഭരിക്കാനോ സ്വയം ഭരിക്കാനോ ഉള്ള അവകാശവും അവർക്കില്ല. ഇവരെ ഭരിക്കുന്നത് ആരാണ്? മുകളിലുള്ള ആൾക്കാരാണ്. ആ മുകളിൽ ഏറ്റവും മുകളിലിരിക്കുന്ന ആളാണ് ആര്? ഗുരുവായൂരപ്പൻ. അതാണ് സ്വാത്മനഃ അപി ഈശ്വരഃ ത്വം. സ്വാത്മനഃ തൻ്റെയും ഈശ്വരൻ അങ്ങ് തന്നെയാണെന്ന് പറഞ്ഞാൽ തനിക്ക് മുകളിൽ വേറൊരു ഈശ്വരൻ ഇല്ല. അനീശ്വരനാണ്, നിരീശ്വരനാണ് ആര്? ഗുരുവായൂരപ്പൻ. നിരീശ്വരൻ എന്ന് പറഞ്ഞാൽ തൻ്റെ മുകളിൽ വേറൊരു ഈശ്വരൻ ഇല്ലാത്തവൻ. അനീശ്വരൻ, തന്നെ ഭരിക്കാൻ ഒരു ഈശ്വരനില്ലാത്തവൻ. താൻ തന്നെ തന്നെ ഭരിക്കുന്നു, താൻ തന്നെ താഴെയുള്ളവരെയും ഭരിക്കുന്നു. അപ്പോൾ ആർക്കാ അധികാരം കൂടുതൽ, വ്യാപ്തി കൂടുതൽ, ശക്തി കൂടുതൽ, സ്വാതന്ത്ര്യം കൂടുതൽ? അങ്ങനെയുള്ളവരല്ലേ നമ്മൾ ആശ്രയിക്കേണ്ടത്? താഴെയുള്ള ആളുകളെയാണ് ആശ്രയിക്കുക. അതാണ് ഇവിടെ മറ്റുള്ള ദേവന്മാരൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനം വെച്ചിട്ട് അവരുടെ താഴെയുള്ളവരെ ഭരിക്കുമ്പോൾ അങ്ങ് എല്ലാവരെയും ഭരിച്ച് സ്വയം അങ്ങേക്കും ഈശ്വരനായിരിക്കുന്നു. അങ്ങേ ഭരിക്കാൻ വേറൊരാളില്ല. അതുകൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ആരുടെയെങ്കിലും സാങ്ഷൻ ആവശ്യമില്ല എന്നർത്ഥം. ഇതൊക്കെ ഗീതയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റ് ദേവന്മാരെ ഭജിക്കുന്നവർക്ക് ആ ദേവന്മാരിലൂടെ അവരാഗ്രഹിക്കുന്ന ഫലത്തെ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാനാ കൊടുക്കുന്നതെന്ന് അവരറിയുന്നില്ല പാവങ്ങള്. ഞാൻ കൊടുത്തതാണ് ആ ദേവന്മാർ ആ കൗണ്ടറിലൂടെ അവർക്ക് വിതരണം ചെയ്യുന്നത്. ഈ കൗണ്ടറിലേക്ക് സാധനം സപ്ലൈ ചെയ്തതാരാ? ഞാനാ. ഒരു കൗണ്ടറിലൂടെ ഒരു സാധനം കൊടുക്കുമ്പോൾ ആ കൗണ്ടറിലേക്ക് ഹോൾസെയിൽ നിന്ന് സപ്ലൈ വരണം, വേണ്ടേ? അതാരാ കൊടുത്തത്? അത് ഞാനാ. അതറിയുന്നില്ല അവർ. ആ കൗണ്ടറാണ് നിങ്ങൾക്ക് തന്നതെന്ന് വിചാരിക്കണം. കൊച്ചുകുട്ടികൾ വിചാരിക്കുമ്പോൾ എന്താണ്, കൊച്ചുകുട്ടികൾ രാവിലെ എഴുന്നേറ്റ് അമ്മ ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കണം. അപ്പോൾ ഫ്രിഡ്ജാണ് ഭക്ഷണം തരുന്നത് എന്ന് വിചാരിക്കണം. ഫ്രിഡ്ജിന് ഭക്ഷണം തരാനുള്ള കഴിവുണ്ടോ? ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചതാരാ? പക്ഷെ ഫ്രിഡ്ജിൽ വെക്കുന്നത് കാണുന്നില്ല കുട്ടികൾ. രാവിലെ നേരത്തെ 5 മണിക്കൊക്കെ അമ്മ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ അതുപോലെ പാത്രങ്ങളിലോ ഒക്കെ ആക്കി വെച്ചു.
അല്ലേ, എടുത്ത് ഒന്ന് ചൂടാക്കി കഴിച്ചോളൂ, മൈക്രോവേവ് ഓവനിൽ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഫ്രിഡ്ജിലുണ്ട് സാധനം. അപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടാക്കിയതാണോ? അതുപോലെയാണ് ഓരോ കൗണ്ടറുകൾ ആണ് ഓരോ ദേവന്മാർ. അതിൻ്റെ മുഴുവൻ സപ്ലൈ എവിടെ നിന്നാണ്? കേന്ദ്രത്തിൽ നിന്നാണ്, അല്ലേ? ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുന്ന റേഷൻ ഫ്രീ ഒക്കെ കൊടുക്കുന്നുണ്ട്, ഒക്കെ എവിടെ നിന്നാണ്? കേന്ദ്രം കൊടുത്തതാണ്. അതിൽ പകുതിയിലധികം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഗോഡൗണിൽ കെട്ടിക്കിടന്ന് ചീഞ്ഞ് നാറിപ്പോയിക്കൊണ്ടിരിക്കണം. അത് നാലാളുടെ വയറ്റിൽ പോയാൽ അത് പ്രയോജനം ഉണ്ടാവും. അതിൽ പക്ഷേ അതുപോലും ശ്രദ്ധിക്കാതെ എത്ര 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 ഗോഡൗണുകളിലാണ് ധാന്യങ്ങൾ ചീഞ്ഞ് കേടായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് ഫ്രീ കൊടുത്തതാണ്. എന്നിട്ട് ഞങ്ങളാ കൊടുക്കണത് എന്ന് ലേബലും അടിച്ചു കൊടുക്കും. എന്നിട്ട് അതിലും കുറേ പരമാവധി അഴിമതിയും കാണിക്കും. അതുപോലെയാണ് ഈ ദേവന്മാർ. അതാണ് ഇവിടെ ഐശ്വര്യാത് ഈശതേ അന്യേ ജഗതി പരജനേ സ്വാത്മനോപി ഈശ്വരഹത്വം. മറ്റുള്ള ദേവന്മാർ തൻ്റെ താഴെയുള്ള ആളുകളെ ഭരിക്കുമ്പോൾ അങ്ങേക്കും ഈശ്വരനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ത്വയി ഉച്ചൈഹി ആരമന്തി പ്രതിപദ മധുരേ ചേതനാ സ്പീതഭാഗ്യ. സ്പീതഭാഗ്യാഹ എന്ന് പറഞ്ഞാലോ വർദ്ധിച്ച ഭാഗ്യമുള്ളവർ, വ്യക്തമായ ഭാഗ്യമുള്ളവർ. സ്പീതഭാഗ്യാഹ ചേതനാഹ. ചേതനാഹ എന്ന് പറഞ്ഞാൽ ജീവന്മാർ, ജീവജാലങ്ങൾ, മനുഷ്യർ എന്നർത്ഥം തന്നെയാണ് അവിടെ. അപ്പോൾ സ്പീതഭാഗ്യ ചേതനാഹ, നല്ല ഭാഗ്യവാന്മാരായ ജനങ്ങൾ. പ്രതിപദ മധുരേ ത്വയി, അടിക്കടി മധുരതരനായിരിക്കുന്ന അങ്ങയിൽ. പ്രതിപദം, ഓരോ പദത്തിലും മധുരനായിരിക്കുന്ന, ആസ്വാദ്യനായിരിക്കുന്ന ഗുരുവായൂരപ്പനിൽ. ഉച്ചൈഹി ആരമന്തി, ഉച്ചതരമായിട്ട് ആരമിക്കുന്നു. ആസമന്താത് രമിക്കുന്നു, നന്നായി രമിക്കുന്നു, ആഹ്ലാദിക്കുന്നു, മുഴുകുന്നു എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഭാഗ്യവാന്മാരായിട്ടുള്ള ജനങ്ങൾ അങ്ങയിൽ രമിക്കുന്നു. അങ്ങോ ത്വം ച ആത്മാരാമയേവ ഇതി. അങ്ങ് ആത്മാരാമൻ തന്നെ, അങ്ങയിൽ തന്നെ രമിക്കുന്നു. അങ്ങേക്ക് വേറെ ആരെയും രമിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് വേറെ വിഷയങ്ങളിലൊന്നും രമിക്കുന്നില്ല. അങ്ങയിൽ പൂർണ്ണനായി രമിക്കുന്നു. അങ്ങനെ അങ്ങേക്ക് ആരുടെയും ഒരു സഹായവും ആശ്രയവും ആവശ്യമില്ല. ഇതി അതുല ഗുണഗണാധാര, എല്ലാ തുലനമില്ലാത്തതായിട്ടുള്ള ഗുണഗണങ്ങളുടെയും ആധാരഭൂമിയായിരിക്കുന്നവനെ, ആശ്രയഭൂമിയായിരിക്കുന്നവനെ, ശൗരേ അങ്ങേക്ക് തേ നമഃ, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ശൗരേ എന്നുള്ളത് ഭഗവാന്റെ പേരാണ്, ശൗരി. അതിനെ സംബോധന ചെയ്യുമ്പോൾ ശൗരേ. ശൂരസേനന്റെ വംശത്തിൽ പിറന്നതുകൊണ്ട് കൃഷ്ണന് ശൗരി എന്ന പേര്. വസുദേവരും ശൗരിയാണ്, കൃഷ്ണന്റെ മക്കളുമൊക്കെ ശൗരികളാണ്. എന്തുകൊണ്ട്? ശൂരസേനന്റെ വംശത്തിൽ പിറന്നതുകൊണ്ട്. എങ്കിലും പ്രശസ്തനായ ശൗരി ആരാ? കൃഷ്ണൻ തന്നെ. ഇപ്പോൾ രഘുവംശത്തിൽ ജനിച്ചവരൊക്കെ രാഘവന്മാരാണ്, എങ്കിലും രാമനാണ് രാഘവൻ എന്ന് പോപ്പുലർ, അല്ലേ? അതുപോലെ ശൂരന്റെ വംശത്തിൽ പിറന്നതുകൊണ്ട് ശൗരി. അപ്പോൾ ഹേ ശൗരേ, കൃഷ്ണ അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങേ വേണ്ടു, വേറെ അങ്ങയിൽ നിന്നൊന്നും വേണ്ട എന്ന് വിവേകികളായിട്ടുള്ള ആളുകൾ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു. ബാക്കിയുള്ള അറിവില്ലാത്ത ജനങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നിസ്സാരന്മാരായിട്ടുള്ള ആളുകളെ ഭജിക്കുന്നു. ഏതാ വേണ്ട വെച്ചാൽ തീരുമാനിച്ചോളൂ. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്നെ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ച ആത്മാരാമയേവേതി അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. അങ്ങ് ആരെയും ആശ്രയിക്കുന്നില്ല, കാരണം അങ്ങ് ആത്മാരാമനാണ്, സ്വയം പരിപൂർണനാണ്. മറ്റുള്ള ഭക്തന്മാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ട അങ്ങേക്ക് കഴിയാൻ. അങ്ങ് ഭക്തന്മാർക്ക് വാരിക്കോരി കൊടുക്കുന്നവൻ മാത്രമാണ്. കൊടുക്കാൻ മാത്രമേ അങ്ങേക്ക് അറിയുള്ളൂ. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, സ്വീകരിക്കുന്നുമില്ല, ഒന്നും വേണ്ട. വാസ്തവത്തിൽ ഭഗവാന് കൊടുക്കാൻ മാത്രമേ അറിയുള്ളൂ. അത് സ്വഭാവമാണ് ഭഗവാന്റെ. കാരുണ്യം ഭഗവാന്റെ സ്വഭാവമാണ്. ആ ഏറ്റവും വലിയ കരുണാമൂർത്തിയാണ് ഭഗവാൻ എന്ന് പറയുക. ഇനി അടുത്ത ശ്ലോകം
ഭഗവാന്റെ ആ മഹിമയെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവതം പറഞ്ഞത് കൃഷ്ണൻ ഭഗവാൻ തന്നെ എന്നത് ഉറപ്പിച്ച് പറയുകയാണ്. 10ാമത്തെ ശ്ലോകം അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീഹി അഖില വിദസി ന ക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീഹി അഖില വിദസി ന ക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദ മുഖ്യാശ്രയോസി. ഭഗവൽ ശബ്ദ മുഖ്യാശ്രയോസി. ഭഗവൽ ശബ്ദ മുഖ്യാശ്രയോസി. ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യ ആശ്രയൻ അങ്ങാകുന്നു. യു ആർ ദ മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ ടു ബി കോൾഡ് ആസ് ഭഗവാൻ. മനസ്സിലാവുണ്ടോ? യു ആർ ദ ഫിറ്റസ്റ്റ് പേഴ്സൺ, ദ മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ ടു ബി കോൾഡ് ആസ് ഭഗവാൻ. എന്താ കാരണം? ഭഗവാൻ എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഭഗം ഉള്ളവൻ ഭഗവാൻ, ധനമുള്ളവനെ ധനവാൻ, അല്ലെ, ഗുണമുള്ളവനെ ഗുണവാൻ, ഭാഗ്യമുള്ളവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് പോലെ ഭഗങ്ങളുള്ളവൻ ഭഗവാൻ എന്നാണ്. അവാൻ എന്ന പ്രത്യയം ഭഗങ്ങളുള്ളവൻ ഭഗവാൻ. അപ്പൊ എന്താ ഭഗം? ഭഗങ്ങൾ എന്നത് 6 ഗുണങ്ങളാണ് എന്ന് വിഷ്ണു പുരാണത്തില് പരാശര മഹർഷി പറഞ്ഞു തരുന്നു. എന്താണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് അർത്ഥം? എന്താണ് ഭഗങ്ങൾ? അത് പറഞ്ഞു തരുന്നത് വിഷ്ണു പുരാണമാണ്. ഞാനൊന്നും നിങ്ങളും ഉണ്ടാക്കിയതല്ല, ആരും ഉണ്ടാക്കിയതല്ല. പരാശര മഹർഷി, വ്യാസന്റെ അച്ഛൻ പറഞ്ഞു തരിക. എന്താ പറയണത്? ഭഗവാൻ എന്ന ശബ്ദത്തിന് അർത്ഥം പറയണു. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയഃ ജ്ഞാന വൈരാഗ്യയോരേതേ ഷണ്ണാം ഭഗ ഇതി ഈരണ. വിഷ്ണുപുരാണം. ഷണ്ണാം ഭഗ ഇതി ഈരണ. ഏതേ ഷണ്ണാം ഭഗ ഇതി ഈരണ. ഈ 6ന്റെ ഗ്രൂപ്പിനെയാണ് ഭഗം എന്ന് പറയുന്നത്. ഈ ഷഡ്കം, ഈ 6, ഈ 6 ഫോൾഡ് ക്വാളിറ്റീസ്, ഇതിനെയാണ് ഭഗം എന്ന് ഒന്നിച്ചു പറയുന്നത്. 6 ചേരുമ്പോൾ ഭഗം. ഏതൊക്കെയാണ് ഈ 6? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. അത് എങ്ങനെ? സമഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യസ്യ സമഗ്രസ്യ, സമഗ്രസ്യ വീര്യസ്യ, സമഗ്രസ്യ യശസഃ, സമഗ്രസ്യ ശ്രിയഃ, സമഗ്രസ്യ ജ്ഞാനസ്യ, സമഗ്രസ്യ വൈരാഗ്യസ്യ. ഈ സമഗ്രം എല്ലായിടത്തേക്കും അപ്ലിക്കബിൾ ആണ്, എല്ലായിടത്തും അന്വയിക്കണം. സമഗ്രം എന്ന് പറഞ്ഞാലോ കംപ്ലീറ്റ് എന്നർത്ഥം, ടോട്ടൽ എന്നർത്ഥം. അഗ്രേണ സഹ വർത്തതേതി സമഗ്രം. അഗ്രം എന്ന് പറഞ്ഞാൽ 2 അറ്റങ്ങളും അടക്കം എന്നാണ് സമഗ്രം. 2 അറ്റവും അടക്കം എന്ന് പറഞ്ഞാലോ ഓൾ ഇൻക്ലൂസീവ് എന്നർത്ഥം, പരിപൂർണമായിട്ട്. അതാണ് സമഗ്രം. അപ്പൊ എന്താ അപ്പോൾ സമഗ്രമായിരിക്കുന്ന ഐശ്വര്യം. എന്താ ഈ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ? ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരസ്യ ഭാവഃ. എന്താ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ? അപ്പോ ആരാ ഈശ്വരൻ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശിക്കുന്നവരിൽ വരൻ. ഈശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക, വഹിക്കുക, കാര്യങ്ങൾ നോക്കി നടത്തുക, എല്ലാം നിയന്ത്രിക്കുക, നല്ല അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നർത്ഥം. വൺ ഹൂ റൂൾസ്, അവനാണ് ഈശ്വരൻ.
വൺ ഹൂ അഡ്മിനിസ്റ്റേഴ്സ്, വൺ ഹൂ മാനേജസ്. അപ്പോൾ അത് നന്നായി ചെയ്യുന്നവൻ വരൻ. ഈശനം ചെയ്യുന്നതിൽ വരൻ ഈശ്വരൻ. ഈശ്വരസ്യ ഭാവ ഐശ്വര്യം. അപ്പോൾ നന്നായി നിയന്ത്രിക്കാൻ കഴിയുന്നവനായിരിക്കണം ഒരു ഈശ്വരൻ. ഇപ്പം നമുക്കൊരു വീട് നിയന്ത്രിക്കാൻ കഴിയാറുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാറില്ല. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെ വീട് നിയന്ത്രിക്കാൻ കഴിയല്ലേ? അപ്പം നമ്മുടെ കാര്യം ഇത്രയേ ഉള്ളൂ. സ്വയം തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഒരു വീടിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? പിന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമോ? നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് ആ ഓഫീസ് നിയന്ത്രിക്കാൻ പറ്റുണ്ടോ മൂപ്പർക്ക്? അവിടെ നടക്കുന്നത് ഒന്നും മൂപ്പര് അറിയണേ ഇല്ല എന്നാണ് പറയണത്. മൂപ്പര് ഏത് ലോകത്താണാവോ? ഒന്നും ഞാൻ അറിഞ്ഞില്ലേ എന്നാ പറയണം മൂപ്പര്. അപ്പോൾ മൂപ്പര് വട്ടപൂജ്യം ഈശ്വരൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത വട്ടപൂജ്യം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇനിയും അയാളെ തന്നെ തിരഞ്ഞെടുക്കും കേട്ടോ. ഈ വട്ടപൂജ്യത്തിനെ തന്നെ തിരഞ്ഞെടുക്കും. സ്വന്തം ഓഫീസിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ മുഴുവൻ മൂക്കിൻ്റെ താഴെ നടന്നിട്ട് ഒന്നും അറിഞ്ഞില്ലേ എന്ന് മൂപ്പര് വിലപിക്കുന്നു. അപ്പോൾ പിന്നെ കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്ന വല്ലതും മൂപ്പര് അറിയുമോ? സ്വന്തം ഓഫീസിൽ നടക്കുന്ന കാര്യം അറിയാത്ത ആൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുമോ? എങ്ങനെ പിന്നെ അയാൾ പരിഹാരം കാണും? ഇനി അയാളെ തന്നെ ഭരിക്കാൻ ഏർപ്പാട് ചെയ്യും. തെരഞ്ഞെടുക്കിൻ. ലക്ഷം പിന്നാലെ ഭരിച്ചോളൂ, ധീരതയോട് നയിച്ചോളൂ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുക തന്നെ. ഇനിയും ചിലപ്പോൾ അയാളെ തന്നെ തിരഞ്ഞെടുത്തു എന്നൊരു മൂഢ ജനങ്ങൾ. പൊളിറ്റിക്സ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ പറയാതിരിക്കാനാവുന്നില്ല. അപ്പം നമുക്ക് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ഭരിക്കാനാവുന്നില്ല. അപ്പോൾ നമ്മൾ സമഗ്ര ഈശ്വരനാവോ? ഇല്ല. ഐശ്വര്യസ്യ സമഗ്രസ്യ എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ള കൺട്രോൾ വേണം എല്ലാറ്റിൻ്റെയും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും നിയന്ത്രിക്കാനുള്ള സാമർഥ്യം, ബ്രഹ്മാണ്ടങ്ങളെ മൊത്തത്തിൽ നിയന്ത്രിക്കാനുള്ള സാമർഥ്യം, എല്ലാറ്റിനെയും മൂക്ക് കയറിട്ട് കയ്യിൽ പിടിക്കാനുള്ള സാമർഥ്യം, അത് ആർക്കുള്ളത്? അത് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഭഗവാന്, ഗുരുവായൂരപ്പന് ഉണ്ട്. അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇവിടെ പറയുന്നത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ശങ്കരാദി ഈശ്വര വിനിയമനം ഐശ്വര്യം തവ അസ്തി. ഗുരുവായൂരപ്പ അങ്ങേക്ക് ആ ഐശ്വര്യമുണ്ട്. ഏത് ഐശ്വര്യം? പൊളിറ്റിക്സ് വേണോ സ്വാമിജി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ വേണം, അല്ലെങ്കിൽ നമ്മളൊന്നും വകതിരിവില്ലാതെ പോവും. പൊളിറ്റിക്സൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ്. സന്യാസിമാർ പൊളിറ്റിക്സ് പറയാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. നിങ്ങളുടെയൊക്കെ വിവരക്കേടുകൾ കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരണത്. ആ വിവരക്കേട് മാറണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പറ്റുള്ളൂ. ചിന്തിപ്പിക്കണം. കേൾക്കുന്നവരാരാണെങ്കിലും ഒന്ന് ചിന്തിക്കട്ടെ, എന്നിട്ടത് മറ്റുള്ളവരോടും പറയട്ടെ. അത് പറയുന്നത്, ഓരോരുത്തരും പറയുന്നത് കുറേ കൂടി ലൗഡായിട്ട് പറയട്ടെ. അങ്ങനെ ചുറ്റുപാടുള്ളവരൊക്കെ കേൾക്കട്ടെ. അങ്ങനെ കേൾക്കുമ്പോഴേ ബോധം ഉണ്ടാവുള്ളൂ ആളുകൾക്ക്. അങ്ങനെ ഇവിടെ ലോകം മാറുള്ളൂ. അപ്പം നമ്മൾ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം തന്നെ കട്ടപ്പുകയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കൊക്കെ എന്താ കാരണം? ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അവിടെ ആരാ ഭരിക്കണത്? അവിടെ നമുക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല. അവിടെ നമ്മൾ പിച്ചക്കാരെ പോലെ അവിടെ ചെന്ന് നിൽക്കണം ഓരോ കാര്യത്തിന്. അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യവും നടക്കുന്നില്ല. ഭക്തന്മാരുടെ ഒരു ആഗ്രഹങ്ങളും അവിടെ നടത്താൻ സാധിക്കില്ല. അവിടെ കൊള്ളരുതാത്ത കൊള്ളക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പനെ നിന്ദിക്കുന്ന കവിതകൾക്ക് പൂന്താനം അവാർഡ്. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഫണ്ടിൽ നിന്ന് കോടികളെടുത്ത് പ്രളയ ഫണ്ടും അല്ലെങ്കിൽ കൊറോണ ഫണ്ടും ആ ഫണ്ടും ഈ ഫണ്ടും ഒക്കെ കൊടുക്കുക, തോന്നിയവാസം കാണിക്കുക.
അങ്ങനെ എന്തൊക്കെ അഴിമതികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, കൊള്ളരുതായ്മകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത് കാരണമാണ്? ഈ ഭരണക്കാരുടെ കുഴപ്പം കൊണ്ടാണ്. ഈ ഭരണക്കാരുടെ പിണിയാണുകളാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. അവരുടെ സ്വന്തക്കാരെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത്, അവരുടെ ആജ്ഞാനുവർത്തികളെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗുരുവായൂരപ്പനെ ഭജിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. ആ ഗുരുവായൂരപ്പനെ ഏതു രീതിയിൽ നമ്മൾ ആരാധിക്കണമെന്ന് അവർ തീരുമാനിക്കും. അപ്പോൾ അതിനൊക്കെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അല്പം പൊളിറ്റിക്സൊക്കെ പറഞ്ഞേ പറ്റൂ. നമ്മുടെ ആളുകൾക്ക് ബോധം വരണമെങ്കിൽ നമ്മൾ പറഞ്ഞേ പറ്റൂ. പറയാതെ ആരും ഉണരില്ല. ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തണമെങ്കിൽ നമ്മൾ വിളിച്ചേ പറ്റൂ, വേണ്ടേ? വിളിച്ചുണർത്തണ്ടേ? അപ്പോൾ അതുപോലെ ഞങ്ങൾ ആചാര്യന്മാർ ഇത്തിരി വിളിച്ച് പറയണു. ദോഷമുണ്ടെങ്കിൽ സഹിക്കുക തന്നെ. ഇപ്പം ഞങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഭഗവാന്റെ കഥ പറയണമെന്ന് തന്നെയാണുള്ളത്. ഭഗവാന്റെ കഥ തന്നെയാണ് പറയേണ്ടത്, യാതൊരു സംശയമില്ല. അതിൻ്റെ മാധുര്യം ഈ പൊളിറ്റിക്സ് പറയുമ്പോൾ കയ്പ് കൂടണു. ഈ കയ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പാൽപ്പായസത്തിൽ ഈ മണ്ണെണ്ണ കലർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയണം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയണം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഭജിക്കാനാവണം. നമ്മുടെ ശബരിമല ശാസ്താവിനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഭജിക്കാറാവണം. നമ്മുടെ ക്ഷേത്രങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊണ്ടു നടക്കാറാവണം. നമുക്ക് ഭരിക്കാൻ സാധിക്കണം. അതിന് സ്വാതന്ത്ര്യ സമരം ആരംഭിക്കണം നമ്മൾ. അതിന് ഈ രാഷ്ട്രീയക്കാരിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത്. നമ്മുടെ ക്ഷേത്രങ്ങളെ നമുക്ക് ഈ രാഷ്ട്രീയ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കണം. അതിന് നിങ്ങൾ തയ്യാറെടുക്കണം. നമ്മളതിന് വോട്ടിങ്ങിലൂടെയാണെങ്കിലും ബാക്കി ഏതൊക്കെ പ്രവൃത്തികളിലൂടെയാണെങ്കിലും അതിനെ മോചിപ്പിച്ചെടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ പറയാതിരിക്കാനാവില്ല. പറയരുത് എന്ന് പറയുന്നത് വിവരക്കേടാണ് എന്ന് പറയാം. ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല പറയുന്നത്, നിവൃത്തികേട് കൊണ്ട് പറയണം, പറയിപ്പിക്കുകയാണ്. ഞാൻ പറയുന്ന ആളായിരുന്നില്ല. പറഞ്ഞ് എൻ്റെ വായു കേട് വരണം, അതിനെ ഞാൻ വെള്ളം കുടിക്കണം. അതിൽ ഇതൊക്കെ വേണ്ടാത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് വായ ശുദ്ധിയാക്കൽ എൻ്റെ പണിയാണ്. അപ്പോൾ ഭരണ നൈപുണ്യം, അതാണ് ഐശ്വര്യം. ഈശനം ചെയ്യുന്നതിലുള്ള വരത്വം, ശ്രേഷ്ഠത്വം, ഐശ്വര്യം, അത് ഭഗവാന് ഗുരുവായൂരപ്പന് പരിപൂർണമായിട്ടുണ്ട്. ശങ്കരാദി ഈശ്വര വിനിയമനം. ശങ്കരൻ മുതലായ ഈശ്വരന്മാരെ പോലും വിനിയമിക്കുന്നു, വിശേഷേണ നിയമിക്കുന്നു. ശങ്കരാദി ഭഗവാന്മാരെ പോലും നിയന്ത്രിക്കുന്നു എന്നർത്ഥം. അപ്പോയിൻ്റ് ചെയ്യുന്നതും ഡിസ്മിസ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും ഡിമോട്ട് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഗുരുവായൂരപ്പനാണ് എന്നർത്ഥം. ഗുരുവായൂരപ്പൻ അതിനൊക്കെയുള്ള നിയന്ത്രണമുണ്ട്. എല്ലാറ്റിനെയും മൂക്ക് കയറിട്ട് പിടിച്ചിരിക്കുന്ന ആളാണ് എന്നർത്ഥം. ആ കഥയാണ് നമ്മുടെ ഭാഗവതം ദശമസ്കന്ധത്തിൽ കൃഷ്ണാവതാരത്തിൽ ഇഷ്ടംപോലെ കാണിച്ചു തരാം. ഈ ഭഗവാൻ കൃഷ്ണൻ മറ്റുള്ളവരെയൊക്കെ ഭരിക്കുന്ന കഥ. ബ്രഹ്മദേവനെ അല്ലേ, ബ്രഹ്മദേവനെ ഭരിക്കുന്നതും ബ്രഹ്മദേവനെ മയക്കുന്നതും മോഹിപ്പിക്കുന്നതും മഹാദേവനെ പരാജയപ്പെടുത്തുന്ന കഥ. ബാണയുദ്ധത്തിൽ അല്ലേ, തൻ്റെ പേരക്കുട്ടിയായ പ്രദ്യുമ്നൻ്റെ പുത്രനായിട്ടുള്ള അനിരുദ്ധനെ ബാണൻ കാരാഗ്രഹത്തിൽ ബന്ധിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ യുദ്ധത്തിന് ചെന്ന് ആ ബാണനോട് യുദ്ധം ചെയ്യുമ്പോൾ ബാണനെ സഹായിക്കാൻ രുദ്രൻ മഹാദേവൻ വന്നപ്പോൾ ആ മഹാദേവനെ പരാജയപ്പെടുത്തുന്ന ഭഗവാന്റെ കഥ. അതുപോലെ മഹാദേവൻ വരം കൊടുത്ത സാൽവന് സൗഭം എന്ന കൊടുത്തതായിട്ടുള്ള വിമാനത്തെ ഭഗവാൻ നശിപ്പിച്ച് കളയുന്നതായിട്ടുള്ള കഥയുണ്ട്. അങ്ങനെയൊക്കെ കഥകൾ ശങ്കരാദി ഈശ്വര വിനിയമനമായിരിക്കുന്ന കഥകളാണ്. ബ്രഹ്മദേവനെ, ഇന്ദ്രനെ, വായുവിനെ, വരുണനെ, അഗ്നിയെ, യമനെ, എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്ന, പരാജയപ്പെടുത്തുന്ന, അവരുടെയൊക്കെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന കഥകൾ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ കൃഷ്ണാവതാരത്തിൽ ഇഷ്ടം പോലെ കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇവിടെ ശങ്കരാദി ഈശ്വര വിനിയമനം ഐശ്വര്യം. അങ്ങേക്ക് ശങ്കരാദി ഈശ്വരന്മാരെ മുഴുവൻ നിയമിക്കുന്ന, അടക്കുന്ന, നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഐശ്വര്യമുണ്ട്.
വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം. രണ്ടാമത്തെ ഗുണമാണ് വീര്യം. വീര്യം എന്ന് പറഞ്ഞാൽ ശക്തിയാണ് വീര്യം, പൊട്ടൻസി. അങ്ങ് ഓംനി പൊട്ടൻ്റാണ്. വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം തവ അസ്തി. തവ അങ്ങേക്ക് എന്തുണ്ട്? വീര്യമുണ്ട്. ഏത് വീര്യം? വിശ്വത്തിൻ്റെ തേജസ്സിനെ ഹരിക്കുന്ന വലിയ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ തേജസ്സിനെ സംഹരിക്കുന്ന വീര്യം അങ്ങേക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദി ദേവന്മാരെയൊക്കെ, അല്ലെങ്കിൽ ഹിരണ്യകശിപു മുതലായ കംസൻ, ശിശുപാലൻ, ജരാസന്ധൻ, അതുപോലെയുള്ള ദുഷ്ടന്മാർ വിശ്വത്തിൽ മറ്റുള്ളവരുടെ തേജസ്സിനെയൊക്കെ ഹരിക്കുന്നവരാണ്. അവരുടെ തേജസ്സിനെയൊക്കെ ഹരിക്കുന്ന വീര്യം ആർക്കുണ്ട്? ഗുരുവായൂരപ്പനുണ്ട്. എല്ലാ വീരന്മാരുടെയും വീര്യത്തിനെ നിസ്സാരമാക്കുന്ന വീര്യം ഭഗവാനിലുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോൾ എങ്ങനെ നക്ഷത്രങ്ങൾ നിഷ്പ്രഭമാകുന്നുവോ അതുപോലെ ഭഗവാൻ എഴുന്നള്ളുന്നതുകൂടെ മറ്റുള്ള വീരന്മാരൊക്കെ നിഷ്പ്രഭന്മാരായിത്തീരുന്നു. അതാണ് വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം, ഭഗവാന്റെ വീര്യം. ഇനി വിമലം അഭി യശഃ നിസ്പൃഹൈശ്ച ഉപഗീതം. മൂന്നാമത്തെ ഗുണമാണ് യശസ്. യശസ് എന്ന് പറഞ്ഞാൽ കീർത്തി. ആ യശസ്, അങ്ങയുടെ യശസ് വിമലം, നിർമ്മലമായത്, പരിശുദ്ധമായ യശസ്സാണ് അങ്ങയുടേത്. അത് നിസ്പൃഹൈശ്ച ഉപഗീതം. നിസ്പൃഹൈഹി എന്ന് പറഞ്ഞാൽ നിസ്പൃഹന്മാരാൽ. നിസ്പൃഹന്മാരാൽ എന്ന് പറഞ്ഞാൽ ഒരു കൊതിയുമില്ലാത്തവർ, ഒന്നും വേണ്ടാത്തവർ എന്ന് പറഞ്ഞാലോ ഋഷിതുല്യർ, സന്യാസിമാർ. ആ സന്യാസിമാരാണ്, ഋഷിമാരാണ് അങ്ങയുടെ യശസ്സിനെ കീർത്തിക്കുന്നത്. അവർക്കൊന്നിനും വേണ്ടിയിട്ടല്ല. നമ്മളൊക്കെ പലരെയും സ്തുതിക്കാറുണ്ട്. എന്തിനു വേണ്ടി? വല്ല കാര്യവും കാണാൻ വേണ്ടി. ആരെങ്കിലും സ്തുതിച്ചാൽ എന്തെങ്കിലും കിട്ടും, ഏതെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ സ്തുതിക്കുക. എന്നാൽ ഇവിടെ ഭഗവാനെ സ്തുതിക്കുന്നത് ഭഗവാൻ സ്തുത്യർഹനായതുകൊണ്ടാണ്. യഥാർത്ഥ സ്തുത്യർഹൻ ഭഗവാനാണ്. ഉത്തമ ശ്ലോകൻ എന്നാണ് ഭാഗവതത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നത്. ശ്ലോകം ചെയ്യാൻ ഉത്തമൻ, കീർത്തിക്കാൻ യോഗ്യൻ. ഭഗവാനെ അല്ലാതെ വേറെ ആരെയാ കീർത്തിക്കാൻ യോഗ്യൻ? അതുകൊണ്ട് ഭഗവാനെ തന്നെ കീർത്തിക്കുക. അപ്പോൾ ഭഗവാന്റെ യശസ് നിസ്പൃഹന്മാരാൽ പോലും വർണ്ണിക്കപ്പെടുന്നു. എന്തെങ്കിലും സ്പൃഹയുള്ളവരല്ല ഭഗവാനെ കീർത്തിക്കുന്നത്. നിസ്പൃഹന്മാരായ ശുഗനും വ്യാസനും നാരദനും അതുപോലെയുള്ള മഹാത്മാക്കളൊക്കെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് നിസ്പൃഹൈശ്ച ഉപഗീതം യശഃ. ബാക്കിയുള്ളവരുടെ യശസ്സൊക്കെ നിസ്സാര യശസ്സാണ്, തൽക്കാലം മാത്രമേ ഉള്ളൂ. അവർക്ക് ശക്തിയുള്ളപ്പോൾ അവർക്ക് യശസ് ഉണ്ടാവും. അവരുടെ ശക്തി കഴിഞ്ഞാൽ അവരുടെ യശസ് പോയി. അവരുടെ കാലം കഴിഞ്ഞാൽ അവരുടെ യശസ്സും അവരുടെ പുറകേ പോകും. ചിലപ്പോൾ കുറച്ച് കാലം കൂടി, അവരുടെ കാലശേഷവും കുറച്ച് കാലം കൂടി നിൽക്കും. അവരെക്കാൾ പ്രഗത്ഭന്മാർ പിന്നെ ഉണ്ടായി വരുമ്പോൾ ഇവരുടെ യശസ് പോകും. അതിപ്പോൾ ഏത് രംഗത്താണെങ്കിലും, ഇപ്പോൾ സിനിമാ നടന്മാരാണെങ്കിലും പാട്ടുകാരാണെങ്കിലും ക്രിക്കറ്റ് കളിക്കാരോ ഫുട്ബോൾ കളിക്കാരോ ഒക്കെ ഉണ്ട് യശസ്വികൾ. ഒക്കെ കാലാകാലങ്ങളിൽ മങ്ങിപ്പോവാറില്ലേ? അടുത്ത ആൾ വരുമ്പോൾ ഇവർ ഔട്ടായി. ഒരു കാലത്ത് ഗവാസ്കർ തിളങ്ങി നിന്നിരുന്നു, കപിൽ ദേവ് തിളങ്ങി നിന്നു. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അവരെ വല്ലതും അറിയോ? ഒരു കാലത്ത് പെലെ, അത് കഴിഞ്ഞ് മറഡോണ, ഇവരൊക്കെ തിളങ്ങി നിന്നിരുന്നു. ഇപ്പോൾ അവരുടെയൊക്കെ വല്ല പൊടി പോലും ഉണ്ടോ കണ്ടുപിടിക്കാൻ? ഇപ്പോൾ മറഡോണയുടെ കുപ്പായ ഇടുന്ന പിള്ളേരുണ്ടോ? ഇപ്പോൾ ഒക്കെ നെയ്മറും മെസ്സിയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവരും മങ്ങിപ്പോവും കുറച്ച് കഴിയുമ്പോൾ. സിനിമാ നടന്മാർ, പഴയ ആൾക്കാരൊക്കെ മങ്ങിപ്പോയി. പ്രേം നസീറിനെയും സത്യനെയൊക്കെ ഇപ്പോൾ എത്ര പേർക്ക് അറിയാം അല്ലേ? മോഹൻലാലിനെയും മമ്മൂട്ടിയും പോലും അറിയാതായി. ഇനിയിപ്പോൾ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണു. അതുപോലെ പാട്ടുകാർ, യേശുദാസ് എന്തോ അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹിമ കൊണ്ട് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കണു. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് സിനിമയിൽ പാട്ടൊന്നുമില്ല. അദ്ദേഹത്തിനും താല്പര്യമില്ല ഇപ്പോഴത്തെ പാട്ട് പാടാൻ. ഒക്കെ ഔട്ടാവും. മെസ്സിയൊക്കെ ഔട്ടാവും. അടുത്ത കാലത്ത് തന്നെ ഔട്ടാവും. ആരും കാണില്ല. അപ്പം അവരുടെയൊക്കെ യശസ് നിസ്സാര യശസ്സുകളാണ്. ഒക്കെ നിസ്സാരമാണ്, തൽക്കാലം മാത്രമാണ്. ഭഗവാന്റെ യശസ് എത്ര കാലമായി തുടങ്ങിയിട്ട്? അനാദികാലമായിട്ട് ഭക്തന്മാർ സ്തുതിച്ചുകൊണ്ടേയിരിക്കണു. ലോകം ഉള്ളിടത്തോളം കാലം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഗുരുവായൂരപ്പൻ്റെ മഹിമ എന്നും നിലനിൽക്കും. അപ്പം നിസ്പൃഹൈശ്ച ഉപഗീതം യശഃ വിമലം യശഃ തവ അസ്തി. അംഗാ സംഗാ സദാ ശ്രീഹി. ശ്രീഹി, ശ്രീ വിസർഗം.
അപ്പോൾ ശ്രീഹി ലക്ഷ്മി സദാ അംഗാസംഗ, എപ്പോഴും അങ്ങയുടെ അംഗത്തിൽ ആസംഗയായിരിക്കുന്നു, അങ്ങയുടെ മാറോട് ചേർന്നിരിക്കുന്നു, അങ്ങയുടെ ഹൃദയത്തിൽ, അങ്ങയുടെ മാറിൽ, വക്ഷസ്സിൽ എന്നും ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു, അങ്ങയുടെ കാലിൻ്റെ അടിയിൽ സേവനം ചെയ്തുകൊണ്ട് കിടക്കുന്നു ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി എന്നും അങ്ങയുടെ കൂടെ. അപ്പോൾ ലോകത്തിൽ മറ്റുള്ളവരുടെയൊക്കെ കൂടെ ഉള്ളതോ ലക്ഷ്മി കൊടുത്ത പ്രസാദമേ അവരുടെ കയ്യിലൊക്കെ ഉള്ളൂ. സാക്ഷാൽ ലക്ഷ്മി എപ്പോഴും നാരായണൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ആർക്കാ ശ്രീ കൂടുതൽ? ശ്രീമാൻ ആരാണ്? യഥാർത്ഥ ശ്രീമാൻ. ശ്രീപതി ആരാണ്? ശ്രീനിധി ആരാണ്? ശ്രീശൻ ആരാണ്? ശ്രീനിവാസൻ ആരാണ്? അല്ലേ? ശ്രീധ, ശ്രീശ, ശ്രീനിവാസ, ശ്രീനിധി, ശ്രീവിഭു, ഭഗവാന്റെ നാമങ്ങളാക്കാം. അപ്പോൾ ഭഗവാൻ ശ്രീയുടെ ഉടമസ്ഥനാണ്. ശ്രീ ഭഗവാന്റെ കൂടെയാണ്. ബാക്കിയുള്ളവരുടെയിലൊക്കെ നക്കാപ്പിച്ച സ്ത്രീയേ ഉള്ളൂ. അവരെ തന്നെ നമ്മൾ കോടീശ്വരനെന്നും മില്ലണയറെന്നും പല പേരുകളിലൊക്കെ വിളിക്കണം. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ ആരെയാ ശരിക്കും ബഹുമാനിക്കേണ്ടത്? ലക്ഷ്മിയുടെ ഉടമസ്ഥനെ. അംഗാസംഗ സദാ ശ്രീ അഖില വിദസി, അഖില വിദസി, അഖില വിത്ത് അസി, ത്വം അഖില വിത്ത് അസി. യു ആർ ഓൾ നോയിങ്, യു നോ എവ്രിതിങ്. സർവജ്ഞനാകുന്നു അങ്ങ് എന്നാണ് അഖില വിദസി എന്ന് പറയുമ്പോൾ. അഖില വിത്ത് അസി, അഖില വിത്ത് എന്ന് പറഞ്ഞാൽ അഖിലം വേത്തി, യു നോ എവ്രിതിങ്. സർവജ്ഞത്വം. ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാം അറിയുന്നവരാവുന്നു. അല്പജ്ഞന്മാരെ തന്നെ നമ്മൾ വലിയ പണ്ഡിതന്മാരെന്ന് ബഹുമാനിക്കാറുണ്ട്. അപ്പോൾ എല്ലാം അറിയുന്ന ഗുരുവായൂരപ്പൻ ആരാ? അപ്പോൾ ജ്ഞാനം പരിപൂർണം എന്നർത്ഥം. നക്വാബിതേ സംഘവാർത്ത. ഇവിടെ എങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത്? അഖില വിദസിന എന്ന് വായിച്ചാൽ എന്തായി? അങ്ങ് സർവജ്ഞനല്ല. ക്വാബിതേ സംഘവാർത്ത, എവിടെ പോയാലും അങ്ങേക്ക് സംഘമാണെന്നാണ് വാർത്ത. ഭഗവാനെ തിരിച്ച് പരിഹസിക്കുന്ന പോലെയായി. അപ്പം അതാണ് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? അംഗാസംഗ സദാ ശ്രീ അഖില വിദസി നക്വാബിതേ സംഘവാർത്ത, നക്വാബിതേ സംഘവാർത്ത. നക്വാബി എന്ന് പറഞ്ഞാൽ ഒരിടത്തുമില്ല. ക്വാബിന എന്ത്? തേ അങ്ങേക്ക് സംഘവാർത്ത, സംഘം എന്നുള്ള വാർത്ത പോലും ഒരിടത്തുമില്ല. ഒരു വസ്തുവിലും കൊതിയില്ല അങ്ങേക്ക്. കാരണം അങ്ങ് സ്വയം പരിപൂർണനാണ്. പരിപൂർണനായിട്ടുള്ള അങ്ങേക്ക് എന്തിലാണ് കൊതിയുള്ളത്? ഭഗവാൻ ഒന്നിലും കൊതിയില്ല. കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ഒരിടത്തും കൊതിയില്ല. വെണ്ണയൊക്കെ കൊതി കാണി ഗോപികമാരെ അനുഗ്രഹിക്കാൻ വേണ്ടി. ഭഗവാന് വാസ്തവത്തിൽ ഒന്നിലും കൊതിയില്ല. അതുകൊണ്ടാണ് ഓരോ സ്ഥലവും അദ്ദേഹം വിട്ട് 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 പോകുന്നത്. 4 വർഷം കഴിഞ്ഞപ്പോൾ വൃന്ദാവനം വിട്ടു, അല്ല ബൃഹദ്വനം വിട്ടു. 11-ാം വയസ്സിൽ വൃന്ദാവനം വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മധുരയും വിട്ടു. കുറെ കഴിഞ്ഞപ്പോൾ ദ്വാരകയും വിട്ടു. എല്ലായിടത്തും വിട്ട് 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 പോകും അദ്ദേഹം. ആവശ്യമുള്ളിടത്ത് അദ്ദേഹം ഉണ്ടാവും. അദ്ദേഹത്തിന് ഒന്നിനോടും സംഘമില്ല. അദ്ദേഹം നടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒന്നിലും ആസക്തിയില്ല. അങ്ങനെ ഒന്നിനോടും സംഘമില്ലാത്ത ആളാണ് ഗുരുവായൂരപ്പൻ. നത് ക്വാബിതേ സംഘവാർത്ത തത് വാദാകാരവാസിൻ. തത് എന്ന് പറഞ്ഞാൽ തസ്മാത് എന്നർത്ഥം. നമ്മുടെ ദർഫോർ കൺക്ലൂഡ് ചെയ്യണം. റീസണിങ് ചെയ്തു, ദൃഷ്ടാന്ത സഹിതം റീസൺ പറഞ്ഞു. സോ തത് ദർഫോർ വാദാകാരവാസിൻ. ഗുരുവായൂരപ്പ, ഗുരുവായൂർ നിലയത്തിൽ വസിക്കുന്നവനെ, മുരഹര മുരൻ എന്ന അസുരനെ ഹരിച്ചവനെ, മുരാരേ നരകാസുരന്റെ ഭൃത്യനായ മുരാസുരനെ വധിച്ചവനെ, ഭഗവാനെ ഭഗവൽ ശബ്ദ മുഖ്യാശ്രയ അസി, ത്വം അസി. ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യ ആശ്രയനാകുന്നു അങ്ങ്. യു ആർ ദ മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ ടു ബി കോൾഡ് ആസ് ഭഗവാൻ. ആ ഭഗങ്ങൾ പരിപൂർണമായിരിക്കുന്നത് അങ്ങയിലാണ്. ഇത് നമുക്ക് നമ്മുടെ കൃഷ്ണാവതാരം വർണ്ണിക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പോവാം വിശദമായിട്ട്. ഇതിൻ്റെ വ്യാഖ്യാനമാണ് കൃഷ്ണാവതാരം. അപ്പോൾ ആ കൃഷ്ണാവതാരം മുഴുവൻ പഠിച്ചാലേ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അത്ര വിപുലമാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം.
അപ്പോൾ ഉറപ്പിച്ച് പറയാണ്, ഭഗവാൻ എന്ന ശബ്ദത്തിന് അങ്ങാണ് യഥാർത്ഥ യോഗ്യൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നർത്ഥം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീഹി അഖില വിദസി നക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. അപ്പോൾ ഫ്രൈസുകൾ ഒന്നിച്ച് പ്രയോഗിക്കുക, അപ്പോഴേ അർത്ഥം തെളിഞ്ഞു വരുള്ളൂ. മറ്റതെന്താവും, തോന്നിയതുപോലെ പിരിച്ചാൽ എന്തൊക്കെയോ വിപരീതാർത്ഥം ധ്വനിക്കും, അല്ലേ? അത് മനസ്സിലാക്കുക. അഖില വിദസിന ക്വാബിതേ സംഘവാർത്ത, അങ്ങനെയല്ല പിരിക്കേണ്ടത്. അഖില വിദസി ന ക്വാബിതേ സംഘവാർത്ത, അങ്ങനെയൊക്കെ പിരിച്ച് ശീലിക്കുക. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം ധന്യം. കുറച്ച് പൊളിറ്റിക്സൊക്കെ പറഞ്ഞുവെങ്കിലും അത് ആവശ്യമുള്ളതാണ്, പറയാതിരിക്കാനാവില്ല. പരമാവധി ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കാം. പരമാവധി സന്ദർഭം വരുമ്പോൾ ചിലപ്പോൾ മേമ്പൊടിക്കൊന്ന് പറഞ്ഞു പോണു. അത് എന്തിനാ വെച്ചാൽ എല്ലാവർക്കും പൂർണ്ണ ബോധം ഉണ്ടാവാനായിക്കൊണ്ട്. നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. എങ്ങടേക്കാ ചരിയേണ്ടത്, എവിടെയാണ് ഉറക്കേണ്ടത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറയണത്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇപ്പോൾ വൈകുന്നേരം 4:30 മണിക്ക് ദേവീ മാഹാത്മ്യം വ്യാഖ്യാനത്തോടുകൂടി അതിൻ്റെ എല്ലാ പദ്ധതികളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു തരാം. ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യണം, പഠിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരൊക്കെ വരിക വരിക വരിക. ബാക്കിയുള്ളവരോടൊക്കെ പറയുക, എല്ലാവരെയും വരാൻ പറയുക. പലരുടെയും ആവശ്യപ്രകാരമാണ് നമ്മളത് തുടങ്ങുന്നത്. അപ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ. കൂടുതൽ ആളുകൾക്ക്, അറിയാതെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, ആവശ്യക്കാരുണ്ടാവും, ആഗ്രഹമുള്ളവരുണ്ടാവും. അറിഞ്ഞില്ല എന്ന് പിന്നെ പറയരുത്, എല്ലാവരെയും അറിയിക്കാൻ ശ്രമിക്കുക. ഹരി ഓം നാരായണ. എല്ലാവർക്കും ശുഭദിനം.